കേരളത്തെ ഞെട്ടിച്ച നെന്മാറ ഇരട്ട കൊലപാതകം കൈദിവസമാണ് സംഭവിച്ചത്. ആ ഇരകളുടെ മൃതദേഹം വീട്ടിലെത്തിച്ചു. തുടർന്ന് മക്കളുടെ അടക്കം വലിയ ദുഃഖവും കരച്ചിലുമൊക്കെയാണ് പ്രേക്ഷകർ കണ്ടത്. ഈ ഒരു ദിവസം പിന്നിട്ടിട്ടും നെന്മാറ ഇരട്ടക്കൊലപാതകത്തിലെ പ്രതി ചെന്താമരയെ പോലീസിന് കണ്ടെത്താനായില്ല എന്ന വളരെ ഗൗരവതരമായ ഒരു കാര്യം കൂടിയുണ്ട്. പാലക്കാട് നഗരത്തിൽ പ്രതിയുണ്ടെന്ന ചില സൂചനകൾ വന്നെങ്കിലും സ്ഥിരീകരിക്കാനായിട്ടില്ല. പ്രതി ആദ്യ കൊലപാതകത്തിന് ശേഷം ഒളിച്ചിരുന്ന അറക്കമല, പട്ടിമല എന്നിവിടങ്ങളിൽ 20 പേരടങ്ങുന്ന സംഘം 3 സംഘങ്ങളായി അത് പരിശോധന തുടരുകയാണ്. ഡ്രോൺ അടക്കം ഉപയോഗിച്ചുള്ള പരിശോധനകളുമുണ്ട്. സ്കൂബ ഡൈവിംഗ് സംഘം പ്രദേശത്തെ കുളത്തിലും പുഴയിലും മറ്റും തെരച്ചിൽ നടത്തി. ആളെ കൊന്നു കാട് കയറുന്ന ചെന്താമര അടിമുടി സൈക്കോയാണെന്നാണ് നാട്ടുകാർ പറയുന്നത്. മനുഷ്യനെ വെട്ടിവീഴ്ത്തി പിടഞ്ഞു മരിക്കുന്നത് പതറാതെ കണ്ടു നിൽക്കുന്ന മനോനിലയാണ് ഈ പഴയ ലോറി ഡ്രൈവർക്ക്. ചുറ്റും താമസിക്കുന്നവരിൽ കൊല്ലേണ്ടവരുടെ പട്ടികയുമായാണ് ചെന്താമരയുടെ നടപ്പെന്നും പ്രദേശവാസികൾ പറയുന്നു. നമ്മുടെ ഭാര്യനടക്കം വെട്ടിക്കൊല്ലും മറ്റല്ലേ ഞങ്ങൾ വീട് മാറിയിട്ടല്ലേ ഇരിക്കുന്നു. ഇതെന്തോ സ്വന്തം മകളുണ്ടല്ലോ, മകള് പറഞ്ഞത് ഈ വീട്ടിലേക്ക് വരുന്നില്ല, ഇവള് വെട്ടിക്കൊല്ലും മറ്റേ, ഇവൻ വെട്ടിക്കൊല്ലും മറ്റേ, വീട്ടിലേക്ക് വരില്ല. അങ്ങനെ വരാതിരുന്നപ്പോൾ ആ സ്ത്രീ രക്ഷപ്പെട്ടു. പെൺകുട്ടി ഇപ്പോൾ കുനിശ്ശേരിയിലെ താമസം, രക്ഷപ്പെട്ടു. അപ്പുറത്തെ വീട്ടുകാരനെ നീല പെയിൻ്റ് എടുത്തതിനെ കൊല്ലണ്ട, അതെന്തോ അപ്പം പള്ളിക്ക് പോയതുകൊണ്ട് അതിന് രക്ഷപ്പെട്ടു. അങ്ങനെയാണ് ഇതെപ്പോഴും ശരീരത്തെ കൊടുവാളം വെച്ച് നടക്കുകയാണ്. കൊടുവാളം കൊണ്ട് ഭാര്യയാണ് വെട്ടാൻ പോക്ക്. ശരിയെല്ലാം കിട്ടിയ ഭാര്യ സഹിച്ച് വഴിയില്ലാണ്ട് പോയി. മകള് വാട്ടോറോതട്ടിൽ ഇപ്പോൾ പണി കെട്ടിയിട്ടുണ്ട്. മകള് ഇവിടെ ഇരിക്കുകയില്ല. എന്തിനെങ്കിലും വെളിയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അപ്പോൾ പിന്നെ അടിയും തല്ലുപോയി. അത്രയും മോശത്തിലാണ് ഇവൻ്റെ ജീവിതം. മലയ്ക്ക് കയറാമല്ലോ, ഇതിങ്ങനെ കയറിക്കഴിഞ്ഞാൽ ആരും അത് സംശയമില്ലല്ലോ. ഇപ്പോൾ വെട്ടിയെന്നുള്ള പിന്നെ അറിയുമ്പോഴേക്കും അവന് മല കയറി പോകാമല്ലോ, ഇല്ലെങ്കിൽ അതെങ്കിലും തൂണിക്ക് അവർക്കും മാറിപ്പോകാമല്ലോ. അതോ ഭക്ഷണം കൊടുത്ത് ചത്തോന്നുള്ളത് ഒന്നും അറിയില്ല. പിന്നെ അവനൊരു അപ്പുറത്തെ നീല വീട്ടിലെ സ്ത്രീനെയും കൂടി കൊല്ലണം വരുന്നുണ്ട്. മറവിൽ നിന്നിട്ട് വെട്ടിക്കൊന്നു കഴിഞ്ഞാൽ ഏതായാലും ഒരു കേസാണ്. അവൻ പറഞ്ഞിട്ടുള്ളത് ഒരാളിനെ കൊന്നാലും 10 ആളിനെ കൊന്നാലും ഒരേ കേസാണ്. എന്നോട് പറഞ്ഞത് ഇന്നലെ 8:30. ബന്ധുക്കൾ വേറെ ഒരാളിനെ ഒന്നും ചെയ്യില്ല. ഈ തലയും താത്തിയും മുട്ടാണ് നടക്കും. വേറെ ഒരാളിനോട് എന്താണ് ചോദിക്കുക, ഒന്നും ചെയ്യില്ല. പലതവണ പോലീസിൽ പരാതി നൽകി, പക്ഷേ പോലീസ് വേണ്ട നടപടികൾ സ്വീകരിക്കാത്തതാണ് ഇരട്ടക്കൊലയ്ക്ക് കാരണമായതെന്ന ആരോപണം നാട്ടുകാരുടെ ഭാഗത്തുനിന്നുണ്ട്. പോലീസിന് നേരെ ആരോപണം ഉയർന്നതോടെ ക്രമസമാധാന ചുമതലയുള്ള ADGP മനോജ് എബ്രഹാം പാലക്കാട് SP-യോട് റിപ്പോർട്ട് തേടി. സുധാകരന്റെയും അമ്മ ലക്ഷ്മിയുടെയും മൃതദേഹം പോത്തുണ്ടിയിലെ വീട്ടിലെത്തിച്ചു. ഐഷത്തുൽ ഷംന നെന്മാറയിൽ നിന്ന് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. ഷംന, നമ്മൾ കണ്ടത് കുടുംബത്തിന്റെ ദുഃഖമാണ്. അവർ ഈ പറഞ്ഞതുപോലെ അപ്രതീക്ഷിതമായ ഒരു കൊലപാതകത്തിന്റെ നടുക്കത്തിൽ നിന്ന് വിട്ടുമാറാത്ത ഒരു കുടുംബം. നേരത്തെയും ഇത് സംബന്ധിച്ച് ചില ഭീഷണികൾ ഉണ്ടായിരുന്നു, ചില സൂചനകൾ ഉണ്ടായിരുന്നു. പോലീസിൽ കുടുംബം വിവരം അറിയിച്ചിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. പക്ഷേ യാതൊരു നടപടിയും സ്വീകരിച്ചില്ല. ഏറ്റവും ഒടുവിൽ ദാരുണമായി ആ കൊലപാതകം നടത്തി കാട് കയറുകയാണ് ഈ പ്രതി. പോലീസ് നൽകുന്ന ഏറ്റവും ഒടുവിലത്തെ വിവരങ്ങൾ എന്തൊക്കെയാണ് ഷംന? ഇതുവരെയും ഈ പ്രതിയിലേക്ക് എത്താൻ പോലീസിന് സാധിച്ചിട്ടില്ല എന്നത് അതീവ ദുഃഖകരമായ ഒരു സംഭവം തന്നെയാണ്. കാരണം ഈ ക്രൂരകൃത്യം നടന്ന് ഒരു ദിവസം പിന്നിടുന്നു. ഇപ്പോഴും 2 പെൺമക്കൾ അനാഥമാക്കപ്പെട്ടിരിക്കുന്നു. എന്നിട്ടും ഈ പ്രതിയിലേക്ക് എത്താൻ പോലീസിന് സാധിച്ചിട്ടില്ല. നേരത്തെ തന്നെ ഈ പാലക്കാട് നഗരത്തിലേക്ക് പ്രതി രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ അവിടെ പ്രതിയെ കണ്ടവരുണ്ട് എന്ന തരത്തിൽ നേരത്തെ വാർത്തകൾ വന്നിരുന്നു. പക്ഷെ അത് പോലീസ് തന്നെ നിഷേധിക്കുകയാണ്. അത്തരത്തിലുള്ള വാർത്തകളില്ല, പ്രതി അങ്ങോട്ട് എത്തിയിട്ടില്ല എന്ന് പോലീസ് തന്നെ സ്ഥിരീകരിക്കുന്നു. അപ്പോഴും പോലീസ് പറയുന്നത് ഈ വനമേഖലയിൽ അല്ലെങ്കിൽ സമീപത്തെ മലയോര മേഖലയിൽ പ്രതി രക്ഷപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ അങ്ങോട്ട് കയറിയിട്ടുണ്ട്. വളരെ ചെറിയൊരു പ്രദേശമാണ്, അങ്ങോട്ട് എത്രയും പെട്ടെന്ന് തന്നെ പിടിക്കാൻ സാധിക്കും. കാരണം വലിയ ദൂരം പോകാൻ പ്രതിക്ക് സാധിച്ചിട്ടില്ലെന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് ഇത്ര ചെറിയ പ്രദേശത്തേക്ക് പോയിട്ട് പോലും ഇപ്പോൾ പ്രതിയെ പിടിക്കാൻ പോലീസിന് സാധിക്കുന്നില്ല എന്നത് വലിയ ചോദ്യമാണ്. എന്തായാലും ഈ കഴിഞ്ഞ ദിവസം രാവിലെ 10 മണിയോടുകൂടിയാണ് സുധാകരനും അമ്മ ലക്ഷ്മിയും അതിക്രൂരമായി കൊല്ലപ്പെടുന്നത്. ഇത് വെറും ഒരു സംശയത്തിൻ്റെ പേരിൽ, അല്ലെങ്കിൽ ഈ അത്തരമൊരു സൈക്കോ സ്വഭാവത്തിൻ്റെ പേരിൽ, ഒരു സംശയത്തിൻ്റെ പേരിലാണ് ഈ അരും കൊല, നാടിനെ നടുക്കുന്ന ഈ കൊലപാതകങ്ങൾ. ഒരു വീട്ടിലെ 3
പേരാണ് ഈ ചെന്താമര കൊലപ്പെടുത്തിയത്. ഈ ഒരു ജോത്സ്യൻ പറഞ്ഞിരുന്നു, നീളമുള്ള മുടിയുള്ള ഒരു സ്ത്രീയാണ് നിങ്ങളുടെ കുടുംബം തകരാൻ കാരണം. അതായത് ഈ ചെന്താമരയുടെ ഭാര്യ നേരത്തെ പിണങ്ങിപ്പോയതാണ്, അതിന് കാരണം ഈ ഇത്തരത്തിലുള്ള ഒരു നീളമുള്ള സ്ത്രീയാണ് കുടുംബം തകരാൻ കാരണമെന്ന് ആണ് ഒരു ജോത്സ്യൻ പറഞ്ഞിരുന്നത്. അതിൻ്റെ ആ ഒരു അന്ധവിശ്വാസത്തിൻ്റെ പുറത്ത്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സംശയത്തിൻ്റെ പുറത്താണ് ഈ സുധാകരൻ്റെ ഭാര്യ സജിതയെ ഈ പ്രതി അതിക്രൂരമായി 2019 കൊല ചെയ്യുന്നത്. വീടിനകത്ത് കയറി കത്തിക്കൊണ്ട് കഴുത്തറുത്ത് കൊല്ലുകയായിരുന്നു. അതിനുശേഷം ഈ പ്രതി ജയിലിൽ പോകുന്നു. അന്നും ഇത്തരത്തിൽ മലമുകളിൽ കയറിയാണ് പ്രതി രക്ഷപ്പെട്ടത്. അന്ന് 5 ദിവസത്തിന് ശേഷമാണ് പോലീസിന് പ്രതിയിലേക്ക് എത്താൻ സാധിച്ചത്. അതിന്റെ കാരണം ഈ പ്രതിക്ക് കൃത്യമായി ഈ സ്ഥലം, ചുറ്റുപാട്, ഈ ഇവിടുത്തെ വനമേഖല, മലയോര മേഖല എല്ലാം കൃത്യമായി അറിയുന്ന പ്രതിയാണ്. അതുകൊണ്ട് തന്നെ അന്ന് 5 ദിവസത്തിന് ശേഷമാണ് പ്രതിയിലേക്ക് എത്താൻ പോലീസിന് സാധിച്ചത്. ആ കേസിൽ ജാമ്യത്തിലിറങ്ങിയ, അല്ലെങ്കിൽ അതിൽ വിചാരണ നടക്കാനിരിക്കെയാണ് പ്രതിക്ക് ജാമ്യം കിട്ടുന്നത്. ഈ പ്രതി ജാമ്യത്തിലിറങ്ങിയ സമയം തൊട്ട് ഈ പ്രദേശവാസികൾ, ഈ മക്കൾ, സുധാകരന്റെ കുടുംബം ഉൾപ്പെടെയുള്ളവർ പോലീസിൽ പരാതി നൽകിയിരുന്നു. തങ്ങൾക്ക് ജീവന് ഭീഷണിയുണ്ട്, ഒരിക്കലും ഈ പ്രതിയെ ഇങ്ങനെ വിടരുത്, തങ്ങളുടെ നാട്ടിലേക്ക് കൊണ്ടുവരരുത്, കാരണം ഇയാൾ ഓരോരുത്തരെയായി കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുന്നുണ്ട് ചൂണ്ടിക്കാട്ടി കുടുംബവും ഈ നാട്ടുകാരും ഉൾപ്പെടെ പരാതി നൽകി. അതൊന്നും പോലീസ് വകവെച്ചില്ല. അല്ലെങ്കിൽ കോടതി ജാമ്യം നൽകിയ പ്രതിയെ ഞങ്ങൾക്ക് എന്ത് ചെയ്യാനാകുമെന്നൊരു മറു ചോദ്യത്തിൽ അത് ഒതുക്കി. അതല്ലെങ്കിൽ ഈ വെറും താക്കീത് ചെയ്ത് മാത്രം വിട്ടു. അതല്ലാണ്ട് ഒരു കൊലക്കേസ് പ്രതി ഇത്തരത്തിൽ ജാമ്യത്തിലിറങ്ങി വീണ്ടും വീണ്ടും വധഭീഷണി മുഴക്കിയിട്ട് പോലും, നാട്ടുകാർ ഒരു നാടൊന്നാകെ ആ പ്രതിക്കെതിരെ പരാതി നൽകിയിട്ട് പോലും പോലീസ് കൃത്യമായി ഇടപെടൽ നടത്തിയില്ല എന്ന് തന്നെയാണ് നാട്ടുകാരുടെ ആരോപണം. ഒരുപക്ഷെ പോലീസ് ഈ കുട്ടികൾക്ക്, അല്ലെങ്കിൽ സുധാകരന്റെ കുടുംബത്തിന് ഒരു സുരക്ഷ ഉറപ്പുവരുത്തിയിരുന്നെങ്കിൽ ഈ നാടിനെ നടക്കുന്ന അരുംകൊല, ഇരട്ട കൊലപാതകം ഇവിടെ സംഭവിക്കില്ലായിരുന്നു. ഇന്നലെ തന്നെ അതിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം നാട്ടുകാരുടെ ഭാഗത്തു നിന്നുണ്ടായി. ഈ സുധാകരന്റെ മൃതദേഹം ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ സമ്മതിക്കില്ല എന്ന തരത്തിൽ. കാരണം പോലീസിനോട് പലതവണ പരാതിപ്പെട്ടിട്ടും കേൾക്കാത്ത പോലീസാണ്. പിന്നെ എന്തിന്, ഞങ്ങളുടെ ജീവൻ എന്ത് സുരക്ഷയാണ് ഉള്ളത്? അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ അധികൃതർ ഒരു നിലപാടെടുക്കും വരെ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് സുരക്ഷ ഉറപ്പാക്കും വരെ ഒരിക്കലും ഈ മൃതദേഹം എടുക്കാൻ സമ്മതിക്കില്ലെന്ന് കാട്ടി നാട്ടുകാരുടെ വലിയ രീതിയിലുള്ള പ്രതിഷേധമുണ്ടായിരുന്നു. പക്ഷെ ഒടുവിൽ ഒരു മൃതദേഹമാണ്, അതിനോട് അനാദരവ് കാട്ടേണ്ട എന്ന നിലപാടിലെത്തി ഒടുക്കും ആ മൃതദേഹം ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി. അതിനുശേഷം പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ഇന്ന് അല്പസമയം മുമ്പാണ് ഇപ്പോൾ സുധാകരന്റെയും അമ്മ ലക്ഷ്മിയുടെയും മൃതദേഹങ്ങൾ വീട്ടിലെത്തിച്ചത്. ഇവിടെയുള്ള ഒരു കാഴ്ച ആരുടെയും മനസ്സിനെ അത്രത്തിൽ നമ്മളെ സങ്കടപ്പെടുത്തുന്ന, അല്ലെങ്കിൽ കണ്ടു നിൽക്കാൻ അത്രയും പ്രയാസമുള്ള കാഴ്ചകളാണ്. കാരണം 2 പെൺമക്കൾ അനാഥരായിരിക്കുന്നു. അതും അമ്മ മരിച്ചപ്പോഴും ഈ കുട്ടികൾ നമ്മോട് സംസാരിച്ചപ്പോഴും പറഞ്ഞത് അതാണ്. അമ്മ മരിച്ചപ്പോൾ എല്ലാവരും വന്നു, എല്ലാ നേതാക്കളും, എല്ലാ പാർട്ടിയിലെ നേതാക്കളും ഉൾപ്പെടെ എല്ലാവരും എത്തി ഒപ്പമുണ്ടാവുമെന്ന് ഉറപ്പു നൽകി. പക്ഷേ എല്ലാം കഴിഞ്ഞ് ഒരു 10 ദിവസത്തിനുള്ളിൽ എല്ലാവരും പിരിഞ്ഞുപോയി. പിന്നീട് ആരും കണ്ടിട്ടില്ല. ഞങ്ങൾ ഒരാവശ്യത്തിന് പോലും ആരും കൂടെ നിന്നിട്ടില്ല. ഒരു സഹായത്തിന് പോലും ഞങ്ങൾക്ക് ആരും ഉണ്ടായിട്ടില്ല. എന്തെങ്കിലും വേണോ, എന്തെങ്കിലും സഹായം വേണോ, എന്തെങ്കിലും ആശ്രയം വേണോ, ആരും ഞങ്ങൾ സമീപിച്ചിട്ടില്ല. അപ്പോൾ ഇതും അങ്ങനെയുള്ള, അന്ന് ഏറ്റവും വലിയ ആശ്വാസം അച്ഛനുണ്ടല്ലോ, അല്ലെങ്കിൽ അച്ഛമ്മയുണ്ടല്ലോ എന്ന ആശ്വാസത്തിലായിരുന്നു ഈ 2 പെൺകുട്ടികൾ ഉണ്ടായിരുന്നത്. പക്ഷെ ഇപ്പോൾ ഇതാ ഈ അച്ഛനും ക്രൂരമായി കൊല ചെയ്യപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ അക്ഷരാർത്ഥത്തിൽ അവർ തനിച്ചാണ്. അച്ഛനില്ല, അമ്മയില്ല. 5-6 വർഷം കൊണ്ട് അച്ഛനെയും അമ്മയെയും നഷ്ടപ്പെടേണ്ട സാഹചര്യം. അതും ഒരേ പ്രതി തന്നെ അതിക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തി. എന്നിട്ട് പോലും എന്തുകൊണ്ട് ഈ സർക്കാർ, അല്ലെങ്കിൽ പോലീസ് ഇതിന് നടപടി എടുക്കുന്നില്ല എന്ന തരത്തിലാണ് ഈ കുട്ടികൾ ചോദിക്കുന്നതും ഇവരിപ്പോഴും ആരോപിക്കുന്നതും അത് തന്നെയാണ്. ഇപ്പോൾ ഇത്രയും വലിയ നാടിന് നടക്കുന്ന ഒരു കൊലപാതകം നടന്നു. ഇന്ന് എല്ലാവരും വന്നു, എല്ലാ നേതാക്കളും വന്നു. നേരത്തെ തന്നെ ഇപ്പോൾ BJP നേതാവ് C. കൃഷ്ണകുമാർ എത്തി, MP ശ്രീകണ്ഠൻ MP എത്തി. പക്ഷേ അപ്പോഴും എല്ലാവരും വരുന്നുണ്ട്, കൂടെയുണ്ട്, ആവശ്യമായ എല്ലാം ചെയ്യുമെന്ന് വാഗ്ദാനം ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത് എത്ര ദിവസത്തേക്കാണ് എന്നതിന് വലിയ ചോദ്യമാണ്. ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഈ പ്രതി എവിടെയാണ് എന്നത് പോലീസിന് ഇതുവരെ കണ്ടെത്താനായിട്ടില്ല എന്നുള്ളതാണല്ലോ. കാരണം ഇയാളുടെ ഒരു പ്രത്യേക സ്വഭാവമുണ്ട്. സൈക്കിക്കാണ് ആൾ, പൂർണ്ണമായും മാനസിക രോഗിയാണ്. ഈ നേരത്തെ നാട്ടുകാരൊക്കെ പറയുന്നത് പോലെ ഇനിയും കൊന്നു തള്ളേണ്ട ആളുകളുടെ പട്ടിക കയ്യിൽ വെച്ച് നടക്കുന്ന ആളാണ്. ഇയാളിങ്ങനെ സമൂഹത്തിന് വലിയൊരു ഭീഷണിയായി, മറ്റുള്ളവർക്കും വലിയ ഭീഷണിയായി ഇങ്ങനെ നടക്കുക, വിലസുക എന്ന് പറയുന്നത് അംഗീകരിക്കാനാവുന്ന ഒന്നല്ലല്ലോ. 20 അംഗ സംഘം പോലീസിന് തെരച്ചിലുണ്ട് എന്ന് മനസ്സിലാകുന്നു.
എന്തെങ്കിലും സൂചനകളുണ്ടോ? പാലക്കാട് നഗരത്തിൽ തന്നെ ഇയാൾ ഉണ്ട് എന്നും കേൾക്കുന്നുണ്ട്, കാട് കയറിയെന്ന് കേൾക്കുന്നു, പുഴയിലും മറ്റും തിരച്ചിലുണ്ടെന്ന് അറിയുന്നു. മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ്? രഞ്ജിത്ത്, ഇക്കാര്യത്തിൽ എടുത്തു പറയേണ്ടത് പോലീസിന്റെ ഭാഗത്ത് നിന്നുണ്ടായ ഒരു വീഴ്ച തന്നെയാണ്. അക്കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാരണം ഈ കൊലക്കേസിൽ ജയിലിൽ പോയ പ്രതിയാണ്. അയാൾ ജാമ്യ വ്യവസ്ഥകൾ ലംഘിച്ച് നെന്മാറ പഞ്ചായത്തിലെത്തുന്നു, ഒപ്പം തന്നെ ഈ പ്രദേശത്തെത്തുന്നു. അന്ന് ഒരു സുരക്ഷ ഉറപ്പാക്കിയില്ല പോലീസ്. അത് പോലീസിന്റെ ഭാഗത്ത് നിന്നുണ്ടായുള്ള ഗുരുതരമായ വീഴ്ച തന്നെയാണ്. അതോടൊപ്പം തന്നെ ഈ ജാമ്യം റദ്ദാക്കുന്നത് അടക്കമുള്ള നടപടികളിലേക്ക് ഇതുവരെയും പോലീസ് കടന്നിട്ടുണ്ടായിരുന്നില്ല. അക്കാര്യത്തിലൊക്കെ ADGP ഇപ്പോൾ റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. അതിനൊപ്പം എടുത്തു പറയേണ്ട ഒരു കാര്യം, നേരത്തെ പാലക്കാട് നഗരത്തിൽ പ്രതിയെ കണ്ടതായുള്ള സംശയങ്ങൾ ഉണ്ടായിരുന്നു. ഈ പല സന്നദ്ധ സംഘടനകൾ പ്രതിക്ക് ഇപ്പോൾ മൃതദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകളിലേക്ക് കടന്നിരിക്കുകയാണ്. എന്തായാലും ഈ പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള വീഴ്ച ഇത് നേരത്തെ എന്നിട്ട് പോലീസ് തന്നെ സ്ഥിരീകരിച്ചു. പാലക്കാട് നഗരത്തിലേക്ക് കടന്നിട്ടില്ല. കാരണം പാലക്കാട് നഗരം നെന്മാറയിൽ നിന്നും അത്യാവശ്യം ദൂരമുണ്ട്. വണ്ടി ഉണ്ടെങ്കിൽ വാഹനം മുഖേന മാത്രമേ ഇയാൾക്ക് രക്ഷപ്പെടാൻ കഴിയൂ. എന്നാൽ അത്തരത്തിലുള്ള വിവരങ്ങളൊന്നും ലഭ്യമായിട്ടില്ല. അവിടെ തെരച്ചിൽ നടത്തിയതിനു ശേഷം തന്നെ പോലീസ് അക്കാര്യം സ്ഥിരീകരിച്ചതാണ്. പക്ഷേ പോലീസ് എടുത്തു പറയുന്ന ഒരു കാര്യം, കഴിഞ്ഞ തവണ 2010 ശേഷം ഇയാൾ ഈ അടുത്തുള്ള കാര്യങ്ങൾ അവിടെ പുരോഗമിക്കുകയാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. വലിയ ദുഃഖത്തിലാണ് ആ കുടുംബം. അവരുടെ നിലവിളിയൊക്കെ വല്ലാതെ നമ്മളെ നൊമ്പരപ്പെടുത്തുന്ന ഒന്നാണ്. സുധാകരന്റെയും ലക്ഷ്മിയുടെയും അമ്മ ലക്ഷ്മിയുടെയും മൃതദേഹം പോത്തുണ്ടിലെ വീട്ടിലെത്തിച്ച് ഇപ്പോൾ സംസ്കാര ചടങ്ങുകൾ നടക്കുകയാണ് എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസമാണ് നാട് ഞെട്ടിച്ച ഈ കൊലപാതകമുണ്ടായത്. ഈ പ്രതിയുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും യാതൊരു സൂചനകളുമില്ല എന്നാണ് മനസ്സിലാകുന്നത്. പ്രതിക്കായുള്ള തിരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്.
ഒരു വലിയ കൊലപാതകയെ നാട്ടിൽ വിലസാൻ അനുവദിച്ച പോലീസ് തന്നെയാണ് ഈ വിഷയത്തിൽ ഒന്നാം പ്രതി എന്ന കാര്യത്തിൽ സംശയമില്ല. ഇപ്പോഴും പ്രതി കാണാമറയത്താണ് എന്നതാണ് ഏറ്റവും ദൗർഭാഗ്യകരമായ കാര്യം. ഇയാൾ ഇനി എന്തൊക്കെ പ്രവർത്തിക്കും, ഏത് തരത്തിലായിരിക്കും ഇയാളുടെ പെരുമാറ്റം എന്ന കാര്യമൊക്കെ ഇനി കാത്തിരുന്നു കാണണം. പോലീസിന്റെ ഭാഗത്ത് നിന്ന് വീഴ്ചയുണ്ടായി എന്ന ആരോപണത്തിന്റെ അടിസ്ഥാനത്തിൽ ADGPയുടെ നിർദ്ദേശമനുസരിച്ച് പാലക്കാട് SP ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. ഏത് തരത്തിലാണ് ഈ വീഴ്ച എന്ന കാര്യമാണ് ഇപ്പോൾ പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. രഞ്ജിത്ത്, പൊതുശ്മശാനത്തിൽ വെച്ചാണ് സംസ്കാരം. ഇപ്പോൾ മൃതദേഹം ആംബുലൻസിൽ കയറ്റി പോകുന്ന ഒരു കാഴ്ചയാണ്. അല്പസമയത്തിനകം തന്നെ സംസ്കാര ചടങ്ങുകൾ നടക്കും. നേരത്തെ തന്നെ ഈ സുധാകരന്റെ മൃതദേഹം ഇവിടെ നിന്നും എടുക്കാൻ സമ്മതിക്കില്ല, സംസ്കരിക്കാൻ സമ്മതിക്കില്ല. കാരണം ഞങ്ങളുടെ കാര്യത്തിൽ ഒരു കൃത്യമായ സുരക്ഷ പോലീസ് ഉറപ്പാക്കണമെന്ന് ചൂണ്ടിക്കാട്ടി നാട്ടുകാരുടെ രീതിയിൽ ഒരു പ്രതിഷേധമുണ്ടായിരുന്നു, അല്ലെങ്കിൽ നാട്ടുകാരുടെ ഭാഗത്തു നിന്നും അത്തരം ഒരു സംസാരമുണ്ടായിരുന്നു. പക്ഷേ ഒരു മൃതദേഹത്തിനോടല്ല ആരാധന കാണിക്കേണ്ടത് എന്ന ഒരു നിലപാടിലെത്തിയിരിക്കുകയാണ്. രണ്ടുപേരുടെയും സംസ്കാരം അല്പസമയത്തിനകം തന്നെ വക്കാത്ത് പൊതുശ്മശാനത്തിൽ വെച്ച് നടക്കും. എന്തായാലും ഈ പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു വീഴ്ച അത് എത്ര വലുതാണ്, അതാണ് ഇന്ന് 2 പെൺകുട്ടികളെ അനാഥരാക്കിയിരിക്കുന്നത്. അത് എടുത്തു പറയാതിരിക്കാൻ സാധിക്കില്ല. കാരണം ഇപ്പോൾ പോലും ഈ വനമേഖലയിലോട്ടോ അല്ലെങ്കിൽ മലയോര മേഖലയിലോട്ടോ ആണ് പ്രതി രക്ഷപ്പെട്ടതെന്ന് പോലീസ് പറയുന്നു. അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് ഇത്രയും നേരമായിട്ട് 24 മണിക്കൂർ പിന്നിടുന്നു, ഇപ്പോഴും എന്തുകൊണ്ട് പ്രതിയിലേക്ക് എത്തിപ്പെടാൻ പോലീസിന് സാധിക്കുന്നില്ല എന്നത് വലിയ ചോദ്യമാണ്. അത് പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള വീഴ്ചയാണ്. കാരണം 100-ലധികം പോലീസുകാരാണ് പല സംഘങ്ങളായി തിരിഞ്ഞാണ് തെരച്ചിൽ തുടരുന്നത്. നേരത്തെ തന്നെ ഡോഗ് സ്ക്വാഡ് ഉൾപ്പെടെയുള്ളവയുടെ സഹായമുണ്ടായിരുന്നു. സ്കൂബ ഡൈവിംഗ് സംഘമെത്തി സമീപത്തെ കുളത്തിലും മറ്റും തിരച്ചിൽ നടത്തി. ഇത്തരം സഹായങ്ങൾക്ക് പുറമെയാണ് ഈ പോലീസുകാരുടെ നേതൃത്വത്തിൽ പല സംഘങ്ങളായി തെരച്ചിൽ നടക്കുന്നത്. ഒപ്പം തന്നെ നാട്ടുകാർ ജനകീയ തെരച്ചിലായിരുന്നു രാവിലെ മുതൽ, അല്ലെങ്കിൽ ഇന്നലെ രാത്രിയൊക്കെ പൂർണ്ണമായും തെരച്ചിൽ നടത്തിയിരുന്നു. ഒരു ജനകീയ തെരച്ചിൽ സമീപം കൃത്യമായി അറിയുന്ന നാട്ടുകാർ തെരച്ചിൽ പോലീസിനെ സഹായിക്കാനായി ഉണ്ടായിരുന്നു. പക്ഷെ എന്തുകൊണ്ട് പോലീസിനെ പ്രതിയിലേക്ക് എത്താൻ സാധിക്കുന്നില്ല എന്നത് ഒരു വലിയ ചോദ്യമാണ്, ആശങ്കപ്പെടുത്തുന്ന ഒരു ചോദ്യമാണ്. ഒപ്പം തന്നെ ഇതിനെല്ലാം ഉത്തരവാദി പൂർണ്ണമായും പോലീസ് തന്നെ എന്ന തരത്തിലാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. കാരണം ഒരു സുരക്ഷ ഉറപ്പാക്കിയില്ല. ഇപ്പോഴും ഈ പ്രതി കൃത്യമായി തന്നെ ഈ ലിസ്റ്റ് ഇട്ടിരുന്നു. അതായത് സുധാകരന് പുറമെ മറ്റ് 4 പേരെ കൂടി വധിക്കുമെന്ന് ഈ പ്രതി ഭീഷണിപ്പെടുത്തിയിരുന്നു. നേരത്തെ തന്നെ നമ്മോട് ഇതാണ് ഈ സുധാകരൻ്റെ അമ്മ ലക്ഷ്മി താമസിച്ചിരുന്ന വീട്. അതിന് തൊട്ടപ്പുറം കാണുന്നതാണ് സുധാകരൻ്റെ വീട്. സുധാകരൻ രാവിലെ 10 മണിയോടുകൂടിയാണ് അവിടെ നിന്നും ഈ ട്രഷറി ഓഫീസിലേക്ക്, അതായത് ക്ഷേമ പെൻഷൻ കാര്യവുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിന് വേണ്ടി ആണ് സുധാകരൻ രാവിലെ 10 മണിയോടുകൂടി ഇറങ്ങുന്നത്. അതും ഈ മകൾക്ക് വലിയ രീതിയിലുള്ള പേടി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മകൾ ഈ വീട്ടിലോട്ട് വരാറില്ല, അമ്മ വീട്ടിലാണ് താമസം. പക്ഷേ അച്ഛനെ കാണാൻ വേണ്ടി ബസ് സ്റ്റാൻഡ് വരെ വരാം എന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ ഈ ബസ് സ്റ്റാൻഡിൽ മകൾ അച്ഛനെ കാത്തു നിൽക്കുന്ന സമയത്താണ് അതിക്രൂരമായി സുധാകരൻ കൊല ചെയ്യപ്പെടുന്നത്. ആ ശബ്ദം കേട്ട് ഓടി വന്നതാണ് സുധാകരൻ്റെ അമ്മ, 75 വയസ്സുള്ള ലക്ഷ്മി. ആ ലക്ഷ്മിയുടെ നിലവിളി കേട്ടാണ് ഈ പ്രതി ലക്ഷ്മിയെയും കൊല്ലുന്നത്. അതിക്രൂരമായി കൊല്ലാൻ തന്നെ വേണ്ടിയുള്ളതായിരുന്നു. ഇൻക്വസ്റ്റ് റിപ്പോർട്ടിലടക്കം അത് കൃത്യമായി തന്നെ ചൂണ്ടിക്കാട്ടുന്നു.
പറയുന്നുണ്ട് 12 വെട്ടുകളായിരുന്നു ലക്ഷ്മിയുടെ ദേഹത്തുണ്ടായിരുന്നത്. അത് മരണം ഉറപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തലയിൽ ഉൾപ്പെടെ പ്രതി വെട്ടിയിട്ടുണ്ടായിരുന്നു. ഒപ്പം തന്നെ സുധാകരന് 6 മുറിവുകൾ, അതും ആഴത്തിലുള്ള 6 മുറിവുകളായിരുന്നു സുധാകരന്റെ ദേഹത്തുണ്ടായിരുന്നത്. അപ്പോൾ കൃത്യമായി ആ കൊലപാതകം ഉറപ്പിക്കുക, ആ ഒരു ലക്ഷ്യം മാത്രമായിരുന്നു പ്രതിക്കുണ്ടായിരുന്നത്. കൊല ചെയ്യുക എന്നതിനപ്പുറത്തോട്ട് മറ്റ് സാഹചര്യം കൊണ്ട് കൊന്നതോ ഒന്നുമല്ല, അല്ലെങ്കിൽ ഒരു പ്രകോപനത്തിന്റെ പേരിൽ കൊല ചെയ്യപ്പെട്ടതല്ല സുധാകരനും ലക്ഷ്മിയും ഒക്കെ. ഒപ്പം സജിതയും ഈ അന്ധവിശ്വാസത്തിന്റെ പേരിൽ, അല്ലെങ്കിൽ വെറും സംശയ രോഗത്തിന്റെ പേരിൽ സൈക്കോപാത്തായ ഒരു പ്രതി കൃത്യമായി തന്നെ ആസൂത്രണം ചെയ്ത് കൊല്ലുകയായിരുന്നു. ഒപ്പം തന്നെ ഈ നേരത്തെ തന്നെ ഈ പ്രതിയുടെ വീട്ടിൽ നിന്നും ഇന്നലെ അന്വേഷണ സംഘം വിഷം ഉൾപ്പെടെയുള്ളവ കണ്ടെടുത്തിരുന്നു. പക്ഷേ വിഷം അത് തന്നെ ആദ്യഘട്ടത്തിൽ ഒരു സംശയം ഉണ്ടാക്കിയിരുന്നു. അല്ലെങ്കിൽ ഈ പ്രതി വിഷം കഴിച്ചോ മറ്റോ ആത്മഹത്യ ചെയ്യുമോ എന്ന തരത്തിലുള്ള ഒരു ആശങ്ക ഉണ്ടായിരുന്നു. പക്ഷേ അതൊന്നുമില്ല. കാരണം വിഷം കഴിച്ച ഒരാൾക്ക് ഒരിക്കലും ഇത്ര ദൂരം പോകാൻ കഴിയില്ല. അയാൾ അപ്പോൾ തന്നെ സമീപത്ത് തന്നെ മരണപ്പെട്ട് കിടക്കേണ്ടതായിരുന്നു. പക്ഷെ അതൊന്നും കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യത്തിൽ വിഷം കഴിച്ചിട്ടില്ല എന്ന ഒരു സ്ഥിരീകരണത്തിലോട്ടുകൂടി ഇപ്പോൾ അന്വേഷണ സംഘം എത്തുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ നേതാക്കൾ ഉൾപ്പെടെ, രാഷ്ട്രീയ നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ ഇവിടെ എത്തുന്നുണ്ട്. പക്ഷേ നേരത്തെ ആ കുട്ടികൾ സൂചിപ്പിച്ചതുപോലെ ഇത് എത്ര ദിവസത്തേക്ക്, അല്ലെങ്കിൽ വാഗ്ദാനങ്ങൾ പാലിക്കപ്പെടുമെന്ന ഒരു ഉറപ്പ് അത് ഉറപ്പായി തന്നെ നൽകണം എന്ന് തന്നെയാണ് നാട്ടുകാരുടെയും മറ്റും ആവശ്യമുള്ളത്. അതാണ് സാഹചര്യം. ഏതായാലും നമുക്ക് ദൃശ്യങ്ങൾ കാണുന്ന പോലെ പോലീസിന്റെ ഒക്കെ സാന്നിധ്യം അവിടെയുണ്ട്. കൂടുതൽ ഈ പ്രതിയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നടത്തുന്നുണ്ട്. ഷംനയാണ്. എന്താണ് പുതിയ വിവരം പ്രതിയെക്കുറിച്ചോ? പ്രതിയെ പിടിക്കും, ഉടനടി തന്നെ പിടിക്കും. എന്തെങ്കിലും വിവരം ഇയാളെ സംബന്ധിച്ചിട്ടുള്ള വിവരം എന്ന് പറഞ്ഞാൽ ഇയാളൊരു നാഷണൽ പെർമിറ്റ് ലോറിയിലെ ഡ്രൈവറാണ് കുറേ കാലം. അതുകൊണ്ട് തന്നെ എല്ലാ വഴികളും അയാൾക്കറിയാം. ഏത് വഴിയെ പോയാലും അയാളെ പിടിക്കുക എന്നുള്ളത് പോലീസിന്റെയും ഈ ഗവൺമെന്റിന്റെയും ചുമതലയാണ്. അത് ചെയ്യും, നിർവഹിക്കും. നടത്തുന്നത് ഈ മല കേന്ദ്രീകരിച്ച്, ഇവിടെ കേന്ദ്രീകരിച്ച് തന്നെയാണ്, അതോ പുറത്തേക്ക് എവിടെയെങ്കിലും കടക്കാനുള്ള സാധ്യതയുണ്ട്? എന്താണ്? മല കേന്ദ്രീകരിച്ചുകൊണ്ട് മാത്രമല്ല, പുറത്തുണ്ട്. കഴിഞ്ഞ ദിവസം തിരുപ്പൂര് വഴിയെ പോയിരുന്നു. ഇപ്പോൾ വേറൊരു റൂട്ടിൽ കൂടെ പോകുന്നുണ്ട്. സ്വാഭാവികമായി ഈ വാർത്താ ചാനലുകളിൽ വരുമ്പോൾ ഈ ഇത്രയും കൃത്യം നിർവഹിക്കുന്നവർക്ക് നമ്മളെക്കാൾ കൂടുതൽ ഈ കാര്യത്തിൽ ജാഗ്രത ഉണ്ടാവും. അതുകൊണ്ട് എന്തായാലും പിടിക്കുന്നുള്ള നല്ല പ്രതീക്ഷയാണുള്ളത്. നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരും. ജനങ്ങളുടെ കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ ആ നിലയ്ക്കുള്ളൊരു ഇതുണ്ടാവുമായിരുന്നു. അതിപ്പോൾ കയ്യിൽ നിന്ന് വിട്ടുപോയി. ഇനി നിയമത്തിലാണ്. ഏതെങ്കിലും ഒരു രാഷ്ട്രീയക്കാരൻ്റെ സ്വാധീനം ഇതിലുണ്ടെങ്കിൽ, ഞങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പ്രതിനിധാനം ചെയ്യുന്ന ആളുകളാണ്, ഇടതുപക്ഷത്തെ പ്രതിനിധാനം, ഞങ്ങളുടെ ആരുടെയെങ്കിലും ഭാഗത്ത് ഏതെങ്കിലും തരത്തിലൊരു ഇടപെടലുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ പറഞ്ഞു, ഞങ്ങളൊക്കെ നിലനിൽക്കുന്ന ഈ സ്ഥാനം രാജിവെച്ചിട്ട് പോകും. പക്ഷെ അത്തരം ആരോപണം പാടില്ല. 2022 പ്രതിക്ക് ആദ്യമായിട്ട് ജാമ്യം കിട്ടുന്നത്. അതിനുശേഷം അന്ന് ബോണ്ട് എക്സിക്യൂട്ട് ചെയ്യാത്തതുകൊണ്ട് തന്നെ ആ പ്രതി ഇറങ്ങിയില്ല. 2023 അവർക്ക് ജാമ്യം അനുവദിച്ചിരുന്നു. അന്ന് പോലീസ് കൊടുത്ത റിപ്പോർട്ട് എന്ന് പറയുന്നത് ഈ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വരാൻ പാടില്ലെന്ന്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അയിലൂർ നെന്മാറ പരിധിയാണ്. സ്വാഭാവികമായിട്ട് അതിലൊരു എക്സംഷൻ കൊടുത്തിട്ടാണ് അത് നെന്മാറ പഞ്ചായത്തിലേക്ക് മാത്രമായിട്ട് മാറ്റി. ഇപ്പോൾ ട്രയൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. 15-ാം തീയതിയാണ് അതിന്റെ ട്രയൽ. ഇതിനിടയിൽ അമ്മയും സ്വന്തം സഹോദരനും പോയിട്ടാണ് ജാമ്യം ഇറക്കിയിരിക്കുന്നത്. ഞങ്ങളിത് അന്വേഷിക്കുന്നതല്ലേ. പിന്നെ ഈ പ്രതി എന്ന് പറഞ്ഞാൽ, ഈ പ്രതിയെ പറയുന്നത് ഞങ്ങളൊക്കെയാണ് ഇവിടുത്തെ പൊതുപ്രവർത്തകന്മാർ. ഞങ്ങളോടുള്ള ശത്രുത എന്താണെന്ന് ഇപ്പം നിങ്ങളോട് പറയാൻ പറ്റില്ലല്ലോ. ആദ്യ ഭാര്യയും ആ പിണങ്ങിപ്പോകുമ്പോണ്ടായ പ്രശ്നങ്ങളിലൊക്കെ ഇടപെട്ടവരാണ് ഞങ്ങൾ. ആ കാലത്ത് തന്നെ ഞങ്ങളോട് വലിയ ശത്രുത ഉണ്ടായിരുന്നു. ഇപ്പം പിന്നെ 5 വർഷമായിട്ട് അന്നാ കൊലപാതകത്തിന് ശേഷവും പിടിക്കപ്പെട്ടത് അന്ന് കണ്ടതിന് ശേഷം പിന്നെ ഇതുവരെ ഞങ്ങളും ആരും കണ്ടിട്ടില്ല. കാണാനൊട്ട് ആഗ്രഹവുമില്ല. ഞങ്ങൾ കരയുന്ന കുട്ടികളോടൊപ്പമാണ്, ആശങ്കപ്പെടുന്ന ഈ ജനങ്ങളോടൊപ്പമാണ്. ഉറപ്പായിട്ട് പിടിക്കും. ഒരു ഭയപ്പാടും ഇല്ലാണ്ട് ജീവിക്കും ഇവിടെ. അതിന് കുട്ടികളെ സംരക്ഷിക്കും. അത് നിയമപരമായിട്ടുള്ള കാര്യങ്ങളാണ്. സ്വാഭാവികമായി അതാണ് അവിടുത്തെ സാഹചര്യം. ഏതായാലും പോലീസ് സാന്നിധ്യമുണ്ട്, രാഷ്ട്രീയ പ്രവർത്തകരുണ്ട്. പ്രതിയെ എത്രയും പെട്ടെന്ന് പിടിക്കുക എന്നുള്ളത് ഇപ്പോൾ പോലീസിന്റെ ഒരു ബാധ്യതയായി മാറിയിരിക്കുകയാണ്. ഇപ്പോൾ അതിനുള്ള ശ്രമങ്ങളിലാണ് പോലീസ് സംവിധാനം. വലിയ ദുഃഖത്തിലാണ് ആ കുടുംബത്തിലെ മറ്റംഗങ്ങൾ. തുടർച്ചയായ കൊലപാതകങ്ങളാണ് ആ കുടുംബത്തെ വല്ലാതെ വിഷമവൃത്തിലാക്കുന്നത്. ഐഷത്തുൽ ഷംനയാണ് വിവരങ്ങൾ പങ്കുവച്ചത്. നമുക്ക് തിരിച്ചു വരാം മറ്റ് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയുമായി ഇടവേളയ്ക്ക് ശേഷം.
കാർണവർ വധക്കേസ് പ്രതി ഷെറിന് ജയിൽ മോചിതയാകും. ശിക്ഷാ ഇളവ് നൽകി മന്ത്രിസഭായോഗം. 14 വർഷം ശിക്ഷ പൂർത്തിയാക്കിയ സാഹചര്യത്തിലാണ് നടപടി. കൊല്ലപ്പെട്ട ഭാസ്കര കാർണവരുടെ മകന്റെ ഭാര്യയാണ് ഷെറിൻ. നെന്മാറ ഇരട്ടക്കൊലപാതകത്തിലെ ഇൻക്വസ്റ്റ് റിപ്പോർട്ട് പുറത്ത്. ലക്ഷ്മിയുടെ ദേഹത്ത് 12 മാരകമായ മുറിവുകൾ. സുധാകരന്റെ ശരീരത്തിൽ 6 ആഴത്തിലുള്ള മുറിവുകൾ. തലയിൽ വെട്ടിയത് മരണം ഉറപ്പിക്കുകയെന്ന ലക്ഷ്യത്തിൽ. ചെന്താമര നേരത്തെ സജിതയെ കൊന്നത് കൂടോത്രം ചെയ്തു എന്ന സംശയത്തിൽ. കുടുംബ ബന്ധം തകർത്തത് നീളമുള്ള മുടിയുള്ള സ്ത്രീയെന്ന് ഒരു ജ്യോത്സ്യൻ പറഞ്ഞു. തുടർന്നാണ് സജിതയെ 2019 കൊലപ്പെടുത്തിയത്. ഇന്നലെ കൊല്ലപ്പെട്ട സുധാകരന്റെ ഭാര്യയാണ് സജിത. സജിതയെ കൂടാതെ അയൽപ്പക്കത്തെ മറ്റ് സ്ത്രീകളെയും ചെന്താമരയ്ക്ക് സംശയമുണ്ടായിരുന്നുവെന്നും പോലീസ്. കോടതി ജാമ്യം നൽകിയ പ്രതി പുറത്തിറങ്ങിയാൽ തങ്ങൾക്ക് ഒന്നും ചെയ്യാനില്ലെന്ന് പോലീസ് പറഞ്ഞിരുന്നതായി അയൽവാസി പുഷ്പ. മരുമകൻ പോലീസാണെന്ന ധൈര്യമാണ് ചെന്താമരയ്ക്ക്. പ്രതിയെ പേടിച്ച് നാടുവിട്ടു പോവുകയാണെന്നും പുഷ്പ ന്യൂസ് 18നോട്. നെന്മാറ ഇരട്ടക്കൊലപാതകത്തിൽ പ്രതിക്കായി അന്വേഷണം തമിഴ്നാട്ടിലേക്ക്. 4 സംഘങ്ങളായി തിരിഞ്ഞാണ് പോലീസിന്റെ പരിശോധന. 100-ലധികം പോലീസുകാർ പോത്തുണ്ടിയിലെ മലയോര മേഖലയിൽ പരിശോധന നടത്തുന്നു. കൊല്ലപ്പെട്ട സുധാകരന്റെയും അമ്മയുടെയും പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. പോലീസ് വീഴ്ചയിൽ റിപ്പോർട്ട് തേടി ADGP. മറ്റൊരു വാർത്തയിലേക്ക് പോയാൽ ചെങ്ങന്നൂർ ഭാസ്കര കാർണവർ വധക്കേസ് 2009 കേരളത്തെ ഞെട്ടിച്ച ഒരു കൊലപാതക കേസായിരുന്നു. ഒന്നാം പ്രതി ഷെറിനെയൊക്കെ അന്ന് മാധ്യമങ്ങളൊക്കെ ഒരുപാട് കൊണ്ടാടിയതാണ്, ആഘോഷിച്ചതാണ്. കാരണം ഷെറിൻ എന്ന അതീവ സുന്ദരിയായ മരുമകൾ തന്റെ അമ്മായിയപ്പനെ കൊലപ്പെടുത്തുക, അത് കാമുകനൊപ്പം ചേർന്ന് സ്വത്തിനായി എന്നുള്ള ഒരുപാട് വാർത്തകൾ അന്ന് കേരളീയ മനസാക്ഷിയൊക്കെ ഒരുപാട് ചർച്ച ചെയ്തതാണ്. ഈ ഷെറിന്റെ മോചനത്തിന് വഴി തുറക്കുന്നു. 14 വർഷമായി ഷെറിൻ ജയിലിലാണ്. മോചനത്തിന് വഴി തുറക്കുന്നു. ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ട ഷെറിന് ശിക്ഷാ ഇളവ് നൽകാൻ മന്ത്രിസഭ തീരുമാനിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ശിക്ഷ 14 വർഷം പൂർത്തിയായാലാണ് ഇളവ് നൽകുന്നത്. ഭാസ്കര കാർണവരുടെ മകന്റെ ഭാര്യയായ ഷെറിൻ 2009 നേരത്തെ പറഞ്ഞ പോലെ കൊലപ്പെടുത്തിയത്. അത് അമേരിക്കൻ മലയാളി കൂടിയാണ് ഭാസ്കര കാർണവർ എന്ന് നമുക്കറിയാം. വി അരുൺ ഏറ്റവും പുതിയ വിവരങ്ങൾ ചേരും. അരുണ്, ഇതിപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ വലിയ തോതിൽ നമ്മളെ ഞെട്ടിപ്പിച്ച ഒരു കൊലപാതകമാണ്. കൃത്യമായ ആസൂത്രണത്തോടെ കാമുകന്മാരുമായി ചേർന്ന്, അവർക്ക് നിരവധി കാമുകന്മാരുണ്ടായിരുന്നു എന്നൊക്കെയാണ് അന്ന് പുറത്തു വന്നിരുന്ന വിവരങ്ങൾ. അതിലൊരാൾ ജീവപര്യന്തം തടവിന് ശിക്ഷ വിധിക്കപ്പെട്ടിപ്പോൾ ജയിലിൽ കഴിയുന്ന പശ്ചാത്തലം കൂടിയുണ്ട്. ആ കേസിന്റെ നാൾവഴികളിലേക്കൊന്ന് പോകണം. അതിനു മുൻപ് ഈ മന്ത്രിസഭാ തീരുമാനത്തിന്റെ വിശദാംശങ്ങൾ. ജയിൽ ഉപദേശക സമിതിയുടെ റിപ്പോർട്ട് പരിഗണിച്ചാണ് മന്ത്രിസഭ ഇത്തരമൊരു തീരുമാനത്തിലേക്ക് എത്തിയത്. ജയിൽ ഉപദേശക സമിതി റിപ്പോർട്ടിന് പുറമെ നിയമവകുപ്പിന്റെ ഉപദേശവും സർക്കാർ തേടിയിരുന്നു. ഇത് രണ്ടും പരിഗണിച്ചുകൊണ്ടാണ് ഷെറിൻ കാർണവർക്ക് ശിക്ഷാ ഇളവ് നൽകി ജയിൽ മോചിതയാക്കാൻ മന്ത്രിസഭാ യോഗം ഗവർണറോട് ശുപാർശ ചെയ്യുന്നത്. ഗവർണറാണ് ഇതിൽ അന്തിമ തീരുമാനമെടുക്കേണ്ടത്. നേരത്തെ വിവാദമായ തടവുകാരെ വിട്ടേക്കാനുള്ള പട്ടിക, അതിലും ഷെറിൻ ഉൾപ്പെട്ടിരുന്നു. പിന്നീട് മറ്റു ചില പേരുകൾ, രാഷ്ട്രീയ തടവുകാരുടെ പേര് കൂടി വന്നതോടുകൂടി ആ പട്ടിക അന്ന് സർക്കാർ റദ്ദ് ചെയ്യുകയായിരുന്നു. ഇപ്പോൾ വീണ്ടും ഷെറിൻ കാർണവരെ വിട്ടയക്കാൻ ഇന്ന് മന്ത്രിസഭാ യോഗം തീരുമാനമെടുത്തിരിക്കുന്നു. ഭരണഘടന പ്രകാരം അതിനുള്ള അവകാശം സർക്കാരുണ്ട്, ശുപാർശ നൽകാനുള്ള അവകാശമുണ്ട്. 14 വർഷം ശിക്ഷ പൂർത്തിയാക്കിയിട്ടുണ്ട് ഷെറിൻ കാർണവർ. അത് സാങ്കേതികമായി അങ്ങനെ പൂർത്തിയാക്കിയിട്ടുണ്ട്. പക്ഷേ അവർക്ക് ശിക്ഷാ ഇളവ്, പരോൾ ഉൾപ്പെടെ ലഭിച്ച് കണക്കാക്കുമ്പോൾ അത്രയും കാലയളവില്ല. എങ്കിൽ പോലും നല്ല നടപ്പ്, സ്ത്രീ എന്ന പരിഗണന തുടങ്ങിയവ കൂടി കണക്കിലെടുത്താണ് ഇപ്പോൾ ഷെറിൻ കാർണവരെ ജയിൽ മോചിതയാക്കാൻ സർക്കാർ തീരുമാനമെടുത്തിരിക്കുന്നത്. ഗവർണർ അന്തിമ അനുമതി, അംഗീകാരം നൽകേണ്ടതുണ്ട്. ഷെറിൻ കാർണവർക്കെതിരെ നിരവധി പരാതികൾ ജയിലിൽ കഴിയുമ്പോഴും ഉണ്ടായിരുന്നു. ഈ കേസിൻ്റെ നാൾവഴികളൊക്കെ വളരെ വ്യക്തമായി രഞ്ജിത്തിന് കൂടി അറിയാവുന്ന കാര്യമാണ്. 2009 ഈ ഒരു കൊലപാതകം നടക്കുന്നത്. അമേരിക്കൻ പ്രവാസി, അമേരിക്കൻ മലയാളിയായിരുന്നു ചെങ്ങന്നൂർ കാർണവേഴ്സ് വില്ലയിലെ ഭാസ്കര കാർണവർ. അദ്ദേഹത്തിൻ്റെ മകൻ ബിനു പീറ്ററിൻ്റെ ഭാര്യയായിരുന്നു ഷെറിൻ കാർണവർ. ഒരു ദിവസം കിടപ്പുമുറിയിൽ മരിച്ച നിലയിലാണ് ഭാസ്കര കാർണവരെ കണ്ടെത്തിയത്. പോലീസ് ആദ്യഘട്ടം അന്വേഷണം നടത്തുമ്പോൾ തന്നെ വീട്ടിലുള്ള ആരുടെയും സഹായം ഇല്ലാതെ ഈ കൊലപാതകം നടക്കില്ല എന്ന് വ്യക്തമായിരുന്നു. ഇതിന് കാരണം പോലീസ് ആദ്യം തന്നെ ചൂണ്ടിക്കാട്ടിയത് അവിടെ വലിയ വളർത്തു നായ്ക്കൾ ഉണ്ടായിരുന്നു. അതിനെപ്പോഴും രാത്രി പുറത്തു വിടും. ആ വീട്ടിലേക്ക് പുറത്തുള്ള ആളുകൾക്ക് കടന്നു വരിക അത്ര എളുപ്പമല്ല. പക്ഷേ ഈ കൊലപാതകം നടന്ന ദിവസം അവിടെ
പട്ടിയുടെ കുര കേട്ടിട്ടില്ല എന്ന നാട്ടുകാരുടെ മൊഴി ആദ്യം തന്നെ പോലീസ് ലഭിച്ചു. അപ്പോൾ തന്നെ പോലീസിന് സംശയമുണ്ടായിരുന്നു. മറ്റൊന്ന്, മുകൾ നിലയിലെ സ്ലൈഡിംഗ് ഡോറ് തുറന്നാണ് അകത്തേക്ക് ഈ കൊലപാതകികൾക്ക് കടന്നു വരാൻ കഴിയുന്നത്, കടന്നു വന്നിട്ടുള്ളത്. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും അകത്തു നിന്നൊരു സഹായം വേണം. അതും പോലീസിന് ഈ ഷെറിൻ കാരണവരിലേക്കുള്ള സംശയമുന നീളാൻ കാരണമായി. ഷെറിനെ രണ്ടാം ദിവസം തന്നെ പോലീസ് കസ്റ്റഡി എടുത്ത് ചോദ്യം ചെയ്തു. അപ്പോഴാണ് ഈ ഞെട്ടിക്കുന്ന കൊലപാതകത്തിൻ്റെ വിവരങ്ങൾ ഓരോന്നായി പുറത്തു വന്നത്. ഷെറിൻ കാരണവരെ ബിനു പീറ്റർ, അദ്ദേഹം ശാരീരികവും മാനസികവും വെല്ലുവിളി നേരിടുന്നൊരു ആളായിരുന്നു. അയാൾക്ക് വിവാഹം ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ ഷെറിൻ വളരെ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന കുടുംബത്തിലെ ഒരു സ്ത്രീയായിരുന്നു. അവരെ അമേരിക്കയിലേക്ക് കൊണ്ടുപോകാം, കാരണവർ കുടുംബം കൂടുതൽ അമേരിക്കയിലാണ് അവർ ജീവിക്കുന്നത്, അവിടെ കൊണ്ടുപോകാമെന്നൊരു ധാരണയുണ്ടായിരുന്നു. ആ ധാരണ അനുസരിച്ച് ഷെറിനെയും ബിനുവിനെയും അമേരിക്കയിലേക്ക് കൊണ്ടു. പക്ഷേ അവിടെ മറ്റു ചില പ്രശ്നങ്ങൾ, ഒരു മോഷണ കേസുമൊക്കെ ഇവർക്കെതിരെ ആരോപിക്കപ്പെട്ടു. അവിടെ നിന്ന് തിരികെ കുഞ്ഞിനെ കൂട്ടി ബിനുവിനെയും ഷെറിനെയും നാട്ടിലേക്ക് അയക്കുകയായിരുന്നു. അവിടെ വന്ന ശേഷവും അവർക്ക് ചില ചങ്ങാത്തങ്ങൾ, അത് പരിധി വിട്ട് മുന്നോട്ട് പോയി. ആദ്യമൊക്കെ വീട്ടുകാർ അത് കണ്ടില്ലെന്ന് നടിച്ചു. പിന്നീട് വീട്ടിലേക്ക് സ്ഥിരമായ ആളുകൾ എത്താൻ തുടങ്ങി. കാരണവരോട്, ഈ ഭാസ്കര കാരണവരോടുള്ള ഷെറിൻ്റെ പെരുമാറ്റത്തിൽ വളരെ മോശം പെരുമാറ്റം വരാൻ തുടങ്ങി. അങ്ങനെ വരുമ്പോൾ നേരത്തെ ഷെറിന് നൽകാമെന്ന് സമ്മതിച്ചിരുന്ന സ്വത്ത്, ഷെറിൻ്റെ കൂടി പേരിൽ എഴുതി വച്ചിരുന്ന സ്വത്തിൻ്റെ ധനനിശ്ചയ ആധാരം ഈ കാരണവർ പുതുക്കി എഴുതി അതിൽ ഷെറിൻ്റെ പേര് ഒഴിവാക്കി. അതാണ് പെട്ടെന്നുള്ള ഈ കൊലപാതകത്തിന് പകയ്ക്ക് കാരണമായി പോലീസ് കുറ്റപത്രത്തിൽ ചൂണ്ടിക്കാട്ടിയത്. അവരുടെ സുഹൃത്തായ ഓർക്കുട്ട് വഴി, അന്ന് ഓർക്കുട്ടിൻ്റെ കാലമാണ്, ഓർക്കുട്ട് വഴി പരിചയപ്പെട്ട ബാസിത്ത് അലി എന്ന യുവാവുമായി ചേർന്നാണ് ഷെറിൻ ഈ കൊലപാതകം ആസൂത്രണം ചെയ്തത്. അവിടെ രണ്ടുപേർ കൂടി, ഈ ബാസിത്തിൻ്റെ രണ്ട് സുഹൃത്തുക്കൾ കൂടി ഈ കൃത്യത്തിൽ പങ്കാളികളാകുന്നു. അവർ കാരണവരെ കൊലപ്പെടുത്തുന്നു. വളരെ വേഗം ഹൈക്കോടതി നിർദ്ദേശപ്രകാരം 89 ദിവസം കൊണ്ട് കുറ്റപത്രം സമർപ്പിച്ചു. 2010 ആദ്യം തന്നെ മാസങ്ങൾക്കുള്ളിൽ, ഏതാണ്ട് 2-3 മാസങ്ങൾക്കുള്ളിൽ ഈ വിചാരണ പൂർത്തിയാക്കിയാണ് ഷെറിനെയും കൂട്ടാളികളെയും ജീവപര്യന്തം കഠിന തടവിന് കോടതി ശിക്ഷിച്ചത്. പിന്നീട് ഈ ഷെറിൻ്റെ നിയമ പോരാട്ടം സുപ്രീം കോടതി വരെ തുറന്നു. സുപ്രീം കോടതിയും ഈ മാവേലിക്കര സെഷൻസ് കോടതിയുടെ വിധി ശരിവെക്കുകയായിരുന്നു. അങ്ങനെയാണ് അവർക്ക് 14 വർഷം ജയിലിൽ കഴിയേണ്ടി വന്നത്. അവിടെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ജയിൽ കഴിയുമ്പോൾ ഏതാണ്ട് 1.5 വർഷത്തിലേറെ പരോൾ ഷെറിൻ ലഭിച്ചിരുന്നു. ഷെറിൻ ജയിലിന് പുറത്തായിരുന്നു താമസം. അതുതന്നെ അവരുടെ സ്വാധീനത്തിന് വലിയ തെളിവായി ആ ഘട്ടത്തിൽ ചൂണ്ടിക്കാട്ടി. പ്രധാനപ്പെട്ട കാര്യം, അതായത് നമുക്ക് മനസ്സിലാക്കുന്നത് ഏതാണ്ട് 450ഓളം ദിവസങ്ങൾ, ഈ കാലയളവിനുള്ളിൽ 450ഓളം ദിവസങ്ങൾ അവർക്ക് വിവിധ പരോളുകൾ ലഭിച്ച പശ്ചാത്തലമൊക്കെ ഉണ്ടായിരുന്നു. പല സമയത്തും ഇവർ പുറത്തായിരുന്നു എന്നുള്ള വിവരങ്ങളുണ്ട്. സുഖലോലുവുമായ ജീവിതമായിരുന്നു ജയിലിനുള്ളിൽ, VIP പരിഗണനയായിരുന്നു എന്ന വിവരങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു. അങ്ങനെ ഷെറിന്റെ ജയിൽ കാലയളവും കുപ്രസിദ്ധമായിരുന്നു. അരുൺ, തീർച്ചയായിട്ടും ജയിലിൽ മറ്റു തടവുള്ളികൾക്കൊന്നും ലഭിക്കാത്ത തരത്തിലുള്ള ഒരു പ്രത്യേക പരിഗണന ഷെറിൻ കാരണവർക്ക് ലഭിച്ചിരുന്നു. അവർക്ക് വസ്ത്രങ്ങൾ, പുറത്തുനിന്നുള്ള വസ്ത്രങ്ങൾ ഉപയോഗിക്കാൻ അവസരം ജയിൽ ഉദ്യോഗസ്ഥർക്ക്, പ്രത്യേകിച്ചും തിരുവനന്തപുരത്ത് വനിതാ ജയിലിൽ കഴിയുമ്പോൾ, പൂജപ്പുര വനിതാ ജയിലിൽ കഴിയുമ്പോഴാണ് അവർക്ക് അത്തരം സൗകര്യങ്ങൾ ലഭിച്ചത്. ഡോവ് സോപ്പ് മാത്രമേ ഷെറിൻ ഉപയോഗിക്കാവുന്ന കഥകൾ അന്ന് നമ്മൾ റിപ്പോർട്ട് ചെയ്ത് നമുക്ക് ഓർമ്മയിൽ ഇപ്പോൾ വരുന്നുണ്ട്. ഡോവ് സോപ്പ് മാത്രം ഉപയോഗിച്ചിരുന്നു. പുറത്തുനിന്നുള്ള വസ്ത്രങ്ങൾ ധരിക്കാൻ അവസരം നൽകിയിരുന്നു. അവർക്ക് യഥേഷ്ടം ജയിലിൽ എവിടെയും സഞ്ചരിക്കാനുള്ള അനുമതി ഉണ്ടായിരുന്നു. മറ്റു തടവുകാർക്കില്ലാത്ത തരത്തിലുള്ള പ്രത്യേക പരിഗണന ഉണ്ടായിരുന്നു. മൊബൈൽ ഫോൺ ഷെറിൻ ഉപയോഗിച്ചിരുന്നു. മൊബൈൽ ഫോൺ ഉപയോഗിച്ചവർ സ്വന്തം ഫോൺ ഉപയോഗിച്ചുകൊണ്ട് അത് അവിടെ ചാർജ് ചെയ്ത് ഉപയോഗിച്ചത് പിന്നീട് ഒരു പരിശോധന കണ്ടെത്തിയിരുന്നു. അങ്ങനെ ഷെറിനെ അവിടെ നിന്ന് മാറ്റാൻ ശുപാർശ നൽകിയിരുന്നു. ചില ഉന്നത ജയിൽ ഉദ്യോഗസ്ഥരുമായി വഴിവിട്ട ബന്ധം, അടുപ്പം ഷെറിൻ ഉണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായി പലപ്പോഴും അവർ ജയിലിന് പുറത്തെ ഉദ്യോഗസ്ഥ ക്വാർട്ടേഴ്സിലൊക്കെ ആയിരുന്നു തരത്തിലുള്ള വാർത്തകൾ പുറത്തു വന്ന ഉദ്യോഗസ്ഥരെ പിന്നീട് അന്വേഷണം നടത്തിയത്. ഇതെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് അവരെ അവിടെ നിന്ന് വട്ടക്കുളം ജയിലിലേക്കും പിന്നീട് വിയ്യൂർ ജയിലിലേക്ക് മാറ്റും. വിയ്യൂർ ജയിലിൽ പോയ ശേഷവും ഷെറിനെ ഈ വലിയ പരിഗണന, മറ്റു തടവുകാർക്കൊന്നുമില്ലാത്ത പരിഗണന ലഭിച്ചിരുന്നു. ജയിലിൽ തന്നെ ഉള്ളിൽ അവർക്ക് കുറച്ച് ദൂരം നടക്കേണ്ടി വന്നപ്പോൾ ജയിൽ ഉദ്യോഗസ്ഥർ കുട നൽകി എന്നതിനെ ചൊല്ലിയുള്ള വിവാദങ്ങൾ, ചിത്രങ്ങൾ സഹിതം പുറത്തു വന്നിരുന്നു. അത്തരം ആരോപണങ്ങൾ അവർക്കെതിരെ ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാ തരത്തിലും സുഖലോലുപത അനുഭവിച്ചുകൊണ്ട് ജീവിതം തന്നെയായിരുന്നു ജയിലിനുള്ളിലും ഷെറിൻ ഉണ്ടായിരുന്നത്. ഇപ്പോൾ നല്ല നടപ്പെന്നൊക്കെ പറയുമ്പോൾ ഈ കീഴുദ്യോഗസ്ഥരെ, ഉന്നത ഉദ്യോഗസ്ഥന്മാരുടെ ബന്ധത്തിന്റെ പേരിൽ കീഴുദ്യോഗസ്ഥരെ ഷെറിൻ ഭീഷണിപ്പെടുത്തുന്നത് പതിവായിരുന്നു. അത്തരം പരാതികൾ ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചിരുന്നു. അങ്ങനെ എല്ലാ തരത്തിലും ഒരു വല്ലാത്ത പരിഗണന ലഭിച്ച ഒരു തടവ് പുള്ളിയാണ് ഇപ്പോൾ ഈ നല്ല നടപ്പിന്റെ കൂടി പേര് പറഞ്ഞുകൊണ്ട് സർക്കാർ ജയിൽ മോചിതയാക്കാൻ ശ്രമം നടത്തുന്നത്. നേരത്തെ അവർ അത്തരം ഒരു പട്ടികയിൽ പെട്ടതാണ്. പക്ഷേ അന്ന് പല കാരണങ്ങൾ കൊണ്ട് ആ പട്ടിക സർക്കാർ അവസാന നിമിഷം പിൻവലിക്കുകയായിരുന്നു, റദ്ദാക്കുകയായിരുന്നു. ഏതായാലും ഇപ്പോൾ ഷെറിൻ കാരണവരുടെ ജയിൽ മോചനത്തിൽ തന്നെയാണ് വഴിയൊരുങ്ങുന്നത് വേണം കരുതാൻ. ഗവർണർ ഈ സർക്കാർ തീരുമാനം തടഞ്ഞു വച്ചില്ലെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും കോടതികൾ അതിനെ ചോദ്യം ചെയ്തില്ലെങ്കിൽ ഷെറിൻ കാരണവർ വൈകാതെ ജയിൽ മോചിതയാകും. ഇപ്പോൾ തിരുവനന്തപുരം പൂജപ്പുര ജയിലും അട്ടക്കുളങ്ങരയും വിയ്യൂരുമൊക്കെ കടന്ന് ഇപ്പോൾ കണ്ണൂർ
ജയിലിലാണ്, വനിതാ ജയിലിലാണ് ഷെറിൻ കാരണവർ ഉള്ളത്. ശരി, വി അരുൺ വിവരങ്ങൾ പങ്കുവച്ചു. കഠിനകുളം കൊലപാതകം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. നമുക്കറിയാം, കഠിനകുളം കൊലപാതകത്തിൽ പ്രതി ജോൺസൺ ഔസേഫിന്റെ നിർണായക വെളിപ്പെടുത്തൽ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു എന്നുള്ളതാണ്. കുടുംബത്തെ ഉപേക്ഷിച്ച് പ്രതിക്കൊപ്പം പോയാൽ കുഞ്ഞിനെ കൊന്ന് താനും ആത്മഹത്യ ചെയ്യുമെന്ന് പൂജാരിയായ ഭർത്താവ് യുവതിയോട് പറഞ്ഞിരുന്നു. അതിനെ ഇറങ്ങി വരാതിരുന്നത് ഇക്കാരണത്താൽ ആണെന്നും കൊലപ്പെടുത്തുക എന്ന ആസൂത്രണത്തോടെയാണ് താൻ യുവതിയുടെ വീട്ടിലെത്തിയതെന്നും ജോൺസൺ അന്വേഷണ സംഘത്തോട് വെളിപ്പെടുത്തി. ഇൻസ്റ്റഗ്രാം വഴി ആതിരയെ പരിചയപ്പെട്ട പ്രതി ആണ് ജോൺസൺ. ജോൺസൺ നേരത്തെ വിവാഹിതനാണ്, ഭാര്യയെ ഉപേക്ഷിച്ച് വർഷങ്ങളായി ഒറ്റയ്ക്ക് കഴിഞ്ഞു വരുന്ന ആളാണ്. ജോൺസൺ സാധാരണ ഇൻസ്റ്റഗ്രാമിൽ റീൽസ് ചെയ്യുന്ന ഒരാളാണ്. ആതിരയും അതേപോലെ തന്നെ ഇൻസ്റ്റഗ്രാമിൽ റീൽസ് ചെയ്ത് പോസ്റ്റ് ചെയ്യാറുള്ള ആളാണ്. ഇവർ രണ്ടുപേരും ഇൻസ്റ്റഗ്രാം വഴി റീൽസ് ചെയ്ത് ഒരേ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്തതിനെ തുടർന്നുള്ള പരിചയമാണ് ഇവർ തങ്ങളുണ്ടാകുന്നത്. ഈ പരിചയം പിന്നീട് ഇവർ രണ്ടുപേരും കൂടി ഒരു ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്യുകയും അതിനകത്ത് ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് ചെയ്ത് ഇവർ പോസ്റ്റ് ചെയ്യുന്ന രീതി ഉണ്ടായി. ഈ ഒരു പരിചയം പിന്നീട് ഇവർ തങ്ങളിൽ വളരെ അടുപ്പമായി, അതൊരു സ്നേഹബന്ധത്തിലായി. ആതിരയുമായി വളരെ അടുപ്പത്തിലായ ഈ ജോൺസൺ ഭാര്യ ഉപേക്ഷിച്ച് നിൽക്കുന്ന ആൾ അയാളോടൊപ്പം ചെന്ന് ആതിര താമസിക്കണമെന്ന് സ്ഥിരമായി ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നു. പലപ്പോഴും ഇത് സംബന്ധിച്ച് ഇവർ തങ്ങളുടെ തർക്കമുണ്ടായി. ആതിര വിവാഹം കഴിച്ച് ഒരു കുട്ടിയുള്ള ആളായാൽ തന്നെ ഈ ജോൺസണോടൊപ്പം പോയി താമസിക്കുന്നതിന് തയ്യാറായില്ല. ജോൺസൺ ഈ അടുത്ത സമയത്ത് ആതിരയെ കൂടെ താമസിപ്പിക്കുന്നതിന് വേണ്ടി എല്ലാ സംവിധാനങ്ങളും ചെയ്തു. അയാൾ ഒരു വീട് വാടകയ്ക്ക് വരെ എടുത്ത് അതിൻ്റെ വാടക അഡ്വാൻസും എല്ലാം കൊടുത്തു. വീട് റെഡിയാക്കിയതിന് ശേഷവും ആതിരയോട് ചെല്ലാനായിട്ട് ആവശ്യപ്പെട്ടു. ആതിര ചെല്ലാൻ വിസമ്മതിച്ചതിനെ തുടർന്ന് അഡ്വാൻസ് കൊടുത്ത പൈസ തിരിച്ചു വാങ്ങിയതിന് ശേഷമാണ് ആതിരയെ എങ്കിൽ എൻ്റെ കൂടെ താമസിക്കാൻ തയ്യാറല്ലെങ്കിൽ പിന്നെ ജീവിക്കേണ്ട എന്നുള്ളൊരു തീരുമാനം എടുത്തുകൊണ്ട് അയാൾ നേരെ ഈ പെരുമാതുറയിലേക്ക് വരുന്നത്. ഈ കൃത്യത്തിനൊരു 3 ദിവസം മുമ്പ് പെരുമാതുറ വന്ന് റൂം എടുത്തു. ആ റൂമിൽ താമസിച്ചുകൊണ്ട് ആതിരയെ വീണ്ടും വിളിച്ചു. കൂടെ ചെല്ലുമെന്ന് ചോദിച്ചു. തയ്യാറല്ല, ഭർത്താവും കുട്ടിയുണ്ട്, അത് അവരെ ഉപേക്ഷിച്ച് എല്ലാം തയ്യാറല്ല എന്ന് പറഞ്ഞതിനെ തുടർന്ന് ഈ കൃത്യത്തിൻ്റെ തലേ ദിവസം ഇയാൾ പോയി ഈ കൃത്യം ചെയ്യുന്നതിന് വേണ്ടി കത്തി വാങ്ങി സൂക്ഷിക്കുകയും ഈ കൃത്യ ദിവസം രാവിലെ ഈ കത്തിയും എടുത്ത് കൈവശം കരുതി ഷട്ടിനകത്ത് ഒളിപ്പിച്ചു വെച്ചു. ഈ വീട്ടിൽ വരികയും ആതിരയോട് വീണ്ടും കൂടെ ചെല്ലണമെന്നൊക്കെ സംസാരിച്ചു. സൗഹൃദമായൊക്കെ സംസാരിച്ചതിന് ശേഷവും ചെല്ലാൻ തയ്യാറാവത്തിന് തുടർന്നാണ് കിടപ്പുമുറിയിൽ വെച്ച് ഇയാൾ ബലപ്രയോഗത്തിലൂടെ കീഴ്പ്പെടുത്തി കൊലപ്പെടുത്തുകയാണ് ചെയ്തത്. ഈ കത്തി ഉപയോഗിച്ച് കഴുത്തിൽ കുത്തിയാണ് കൊല ചെയ്തത്. ആറ്റിങ്ങൽ ചിറയൻകീഴ് വലിയ കടയിൽ ജോൺസൺ ഔസേപ്പുമായി പോലീസ് തെളിവെടുപ്പ് നടത്തി. വി വിനോദ് വിവരങ്ങൾ പങ്കുവെക്കും. വിനോദ്, ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ ഈ കേസുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നതാണ്. ഇപ്പോൾ കൃത്യമായ ആസൂത്രണമുണ്ടെന്നും ചില സമ്മതിക്കലുകൾ, അതായത് കൂടി ഇറങ്ങി ചെല്ലണമെന്നുള്ള സമ്മതിക്കാതിരുന്നതിന്റെ പശ്ചാത്തലത്തിലാണ് കൊലപാതകം നടത്തിയതെന്നുമൊക്കെ പ്രതി പറയുമ്പോൾ പോലീസിന്റെ ഇനിയുള്ള നടപടികൾ എങ്ങനെയാണ്? രഞ്ജിത്ത്, ഇന്ന് പ്രാഥമികമായ തെളിവെടുപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തിയിട്ടുണ്ട്. കത്തി വാങ്ങിയ ചിറയൻകീഴിലെ കടയിൽ ഉൾപ്പെടെ ജോൺസനെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തി. കൃത്യം നടന്ന സ്ഥലത്ത് തെളിവെടുപ്പ് നടത്തേണ്ടതുണ്ട്. കോട്ടയത്ത് ചികിത്സയിലായിരുന്ന ജോൺസനെ കഴിഞ്ഞ ദിവസം രാത്രിയാണ് ഡിസ്ചാർജ് ചെയ്തത്. തുടർന്ന് ഇന്ന് പുലർച്ചയോടുകൂടി തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവരികയായിരുന്നു. രാവിലെ തന്നെ സ്റ്റേഷനിൽ എത്തിച്ചു. മംഗലപുരം സ്റ്റേഷനിലാണ് ആദ്യം കൊണ്ടുവന്നത്. പിന്നീട് കഠിനംകുളം സ്റ്റേഷനിലേക്ക് മാറ്റി. ഈ കേസുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യലിൽ കൂടുതൽ കാര്യങ്ങൾ ജോൺസൺ വെളിപ്പെടുത്തുന്നുണ്ട്. ജോൺസൺ പറയുന്നത് തന്നോടൊപ്പം ആതിര ഇറങ്ങി വരാത്തതിലെ വൈരാഗ്യത്തിലാണ് ഈ കൊലപാതകം നടത്തിയതെന്നതാണ്. വാടക വീട് പോലും എടുത്തിരുന്നു. ഒരുമിച്ച് താമസിക്കുന്നതിന് വേണ്ടിയാണ് ഈ തരത്തിൽ വാടക വീടെടുത്തത്. എന്നാൽ കുഞ്ഞിനെയും ഭർത്താവിനെയും ഉപേക്ഷിച്ച് വരാൻ ആതിര തയ്യാറായിരുന്നില്ല. ഈ കൊലപാതകം നടക്കുമെന്നൊരു സൂചന ആതിരയുടെ വീട്ടുകാർക്ക് പോലും അറിയാമായിരുന്നു എന്ന വിവരം കൂടി വരുന്നുണ്ട്. കാരണം ആതിരയുടെ ഭർത്താവ് ഈ ബന്ധത്തെക്കുറിച്ച് അറിയുകയും അത് വിലക്കാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു. ഒരുപക്ഷെ ജോൺസണോടൊപ്പം ഇറങ്ങിപ്പോയാൽ താൻ കുഞ്ഞിനെ കൊലപ്പെടുത്തി ആത്മഹത്യ ചെയ്യും എന്ന ഒരു ഭീഷണി പോലും പൂജാരിയായ ഭർത്താവ് രാജീവ് ആതിരയോട് പറഞ്ഞിരുന്നു. മാത്രമല്ല, ജോൺസണുമായി കയ്യാങ്കളി ഉണ്ടാകുന്നൊരു സാഹചര്യം, അത് ആതിരയുടെ അച്ഛനാണ്. ഈ ബന്ധം ആതിരയുടെ അച്ഛൻ അറിയുകയും ജോൺസണുമായി കയ്യാങ്കളി ഉണ്ടാവുകയും ചെയ്തിരുന്നു. അതായത് ഈ വീട്ടുകാർക്ക് മുഴുവൻ ഈ സംഭവം അറിയാമായിരുന്നു. പോലീസിനെ അറിയിക്കാത്തത് ഈ അപമാനഭാരം, അത് ആതിര പറഞ്ഞു, ഇത് നാട്ടുകാർ അറിഞ്ഞാൽ താൻ ആത്മഹത്യ ചെയ്യേണ്ടി വരും. ആ ഒരു ഭീഷണിക്ക് മുന്നിൽ താൻ കീഴടങ്ങി എന്നൊരു കാര്യമാണ് ഭർത്താവ് പറയുന്നത്. മാത്രമല്ല, വിലക്കാൻ ശ്രമിച്ചു, മൊബൈൽ ഫോൺ പിടിച്ചു വാങ്ങി. പക്ഷേ ഭാര്യയുടെ നിർബന്ധത്തിന് വഴങ്ങി അത് തിരികെ
തിരികെ നൽകേണ്ടി വന്നു എന്ന കാര്യം കൂടി ഭർത്താവ് പറയുന്നുണ്ട്. ഇനി കൂടുതൽ കാര്യങ്ങൾ എങ്ങനെയാണ് ആ വീട്ടിലെത്തിയത്, നേരത്തെ പെരുമാതുറ താമസിച്ചിരുന്ന ലോഡ്ജുണ്ട്, ആ ലോഡ്ജിൽ എത്തിയ കാര്യം, അവിടെ താമസിച്ചത്, അവിടെ നിന്ന് ഈ ചിറയൻകീഴെത്തിയാണ് കത്തി വാങ്ങുന്നത്. കത്തി വാങ്ങിയ സ്ഥലത്തെ തെളിവെടുപ്പ് പൂർത്തിയാക്കി. മറ്റ് ഇടങ്ങളിൽ കൂടി ഈ തെളിവെടുപ്പ് പൂർത്തിയാക്കേണ്ടതുണ്ട്. പോലീസിനെ സംബന്ധിച്ച് ഇതുവരെ ലഭിച്ച വിവരമനുസരിച്ച് ഈ കൊലപാതകത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളത് ജോൺസൺ മാത്രമാണ്. പുറത്തു നിന്നുള്ള ആരുടെയെങ്കിലും സഹായമോ പിന്തുണയോ ഈ കൊലപാതകയ്ക്ക് ലഭിച്ചിട്ടില്ല. ഈ വൈരാഗ്യം കൊണ്ട് ഒപ്പം ചെല്ലാത്തതിൻ്റെ വൈരാഗ്യത്തിൽ ഇവിടേക്ക് വരികയും 8:30 മണിക്ക് ആതിര കുഞ്ഞിനെ സ്കൂളിലേക്ക് അയക്കുന്നു. അതിനു മുൻപ് തന്നെ 5 മണിക്ക് പൂജാരിയായ ഭർത്താവ് അടുത്തുള്ള ക്ഷേത്രത്തിലേക്ക് പോകുന്നു. ഈ സമയം 8:30 കഴിഞ്ഞ ശേഷം വീട്ടിലേക്ക് കടക്കുകയും അവിടെ സൗഹാർദ്ദത്തിൽ തന്നെ വളരെ സ്നേഹത്തോടുകൂടി രണ്ടുപേരും സംസാരിക്കുന്നുണ്ട്. നേരത്തെ വധഭീഷണി മുഴക്കിയിരുന്നെങ്കിലും ആതിരയെ വീണ്ടും സൗഹൃദത്തിലേക്ക് കൊണ്ടുവരുന്നതിൽ ജോൺസൺ വിജയിക്കുന്നു. ഈ സമയം തന്നെ പ്രതി കയ്യിൽ കത്തി കരുതിയിട്ടുണ്ട്. ബെഡിലേക്ക് പിന്നീട് അത് ഒളിപ്പിച്ചു വയ്ക്കുകയാണ്. പിന്നീട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്ന സമയത്താണ് ഈ കത്തിയെടുത്ത് കഴുത്ത് മുറിച്ച് യുവതിയെ കൊലപ്പെടുത്തുന്നത്. പിന്നീട് യുവതിയുടെ ഭർത്താവിൻ്റെ വസ്ത്രം ധരിച്ച് അവിടെ നിന്ന് തന്നെ സ്കൂട്ടറുമായി ഈ യുവതിയുടെ തന്നെ ഇരുചക്ര വാഹനവുമായി ചിറയൻകീഴ് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവുകയും അവിടെ നിന്ന് കോട്ടയത്തേക്ക് കടക്കുകയുമായിരുന്നു. അവിടെ നിന്നാണ് പോലീസ് ജോൺസനെ പിടികൂടുന്നത്. രഞ്ജിത്ത്, അതാണ് സാഹചര്യം. ഏതായാലും വലിയ ഞെട്ടിപ്പിച്ച ഒരു കൊലപാതകമായി മാറി അത്. റീൽസിലൂടെ, ഇൻസ്റ്റാഗ്രാം റീൽസിലൂടെ പരിചയപ്പെട്ട ഒരു ബന്ധം അത് ഇപ്പോൾ കൊലപാതകത്തിൽ കലാശിച്ചിരിക്കുന്നു. യാതൊരു കൂസലമില്ലാതെ എന്താണ് നടന്നത് എന്ന കാര്യം വളരെ കൃത്യമായി തന്നെ പ്രതി പോലീസിനോട് പറയുകയും ചെയ്തു. വി വിനോദ് വിവരങ്ങൾ പങ്കുവച്ചു. നയൻതാര ധനുഷ് ഡോക്യുമെന്ററി വിവാദത്തിൽ നെറ്റ്ഫ്ലിക്സ് ഇന്ത്യക്ക് മദ്രാസ് ഹൈക്കോടതിയിൽ തിരിച്ചടി. നയൻതാരയ്ക്കെതിരെ ധനുഷ് നൽകിയ പകർപ്പവകാശ കേസ് റദ്ദാക്കണമെന്ന നെറ്റ്ഫ്ലിക്സ് ഇന്ത്യയുടെ തടസ്സ ഹർജി മദ്രാസ് ഹൈക്കോടതി തള്ളി. ധനുഷിന്റെ ഹർജി ഫെബ്രുവരി 5 പരിഗണിക്കുമെന്നും ജസ്റ്റിസ് അബ്ദുൽ ഖുദോസ് വ്യക്തമാക്കി. അനുമതിയില്ലാതെ നാനും റൌഡിദാൻ എന്ന ചിത്രത്തിൽ അണിയറ ദൃശ്യങ്ങൾ ഡോക്യുമെന്ററിയിൽ ഉപയോഗിച്ചതിനെതിരായ ഹർജിയാണ് പരിഗണിക്കുക. അജയ് സുധാ ബിജു ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. അജയ്, ഇതിപ്പോൾ നമുക്കറിയാം ഒരുപാട് നാളായി ആ കേസ് നടക്കുന്നുണ്ട്. ഇപ്പോൾ നെറ്റ്ഫ്ലിക്സിനോട് എന്താണ് കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത്? രഞ്ജിത്ത്, ഈ കേസിൽ തുടക്കം മുതൽ തന്നെ നയൻതാരയ്ക്ക് തിരിച്ചടി ലഭിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ ഏറ്റവും പുതുതായിട്ട് ധനുഷിന്റെ എതിർകക്ഷിയായിട്ടുള്ള നെറ്റ്ഫ്ലിക്സ് ഇന്ത്യയാണ് ഒരു തടസ്സ ഹർജിയുമായി മദ്രാസ് ഹൈക്കോടതിയെ സമീപിച്ചിരുന്നത്. ഇതിൽ പ്രധാനമായിട്ടും അവർ ഉന്നയിക്കുന്ന വാദമെന്ന് പറയുന്നത് യാതൊരു നടപടിക്രമങ്ങളും പാലിക്കാതെയാണ് ധനുഷ് ഈ കേസുമായി മുന്നോട്ട് പോയിരിക്കുന്നതെന്നാണ്. ധനുഷ് നൽകിയിട്ടുള്ള 2 ഹർജികളുണ്ട്. ഈ 2 ഹർജികളും റദ്ദാക്കണമെന്നായിരുന്നു ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. അതിൽ ഒന്നാമത്തെ ഹർജി നയൻതാരയ്ക്കെതിരെ നൽകിയ പകർപ്പവകാശ നിയമപ്രകാരമുള്ള ഹർജി തന്നെയാണ്. ഇതിൽ 10 കോടി രൂപ നഷ്ടപരിഹാരമായി നൽകണമെന്ന് ധനുഷ് ആവശ്യപ്പെട്ടിരുന്നു. ഇതിൽ ഇവരുടെ ഒരു എതിർവാദം എന്ന് പറയുന്നത്, നെറ്റ്ഫ്ലിക്സ് ഇന്ത്യയുടെ എതിർവാദം എന്ന് പറയുന്നത് 2020 തന്നെ ഈ ചിത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റ് അണിയറ ദൃശ്യങ്ങളും അതുപോലെ തന്നെ സംവിധായകനായിട്ടുള്ള വിഘ്നേഷ് ശിവന്റെയും നയൻതാരയുടെയും ഉൾപ്പെടെയുള്ള ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വന്നിരുന്നു. അന്നൊന്നും തന്നെ ധനുഷ് യാതൊരുവിധ എതിർപ്പോ കേസോ ഈ സംഭവത്തെ പറ്റി നൽകിയിരുന്നില്ല. എന്നാൽ ഈ ഡോക്യുമെന്ററി റിലീസ് ചെയ്ത്, അതായത് 2024 നവംബർ 18 ഈ ഡോക്യുമെന്ററി റിലീസ് ചെയ്ത് 7 ദിവസത്തിന് ശേഷമാണ് ധനുഷ് ഇത്തരം ഒരു കേസ് നൽകുന്നത്. അതുകൊണ്ട് തന്നെ ഈ കേസ് നിലനിൽക്കില്ല എന്നുള്ള വാദം നെറ്റ്ഫ്ലിക്സ് ഇന്ത്യ ഉന്നയിച്ചിരുന്നു. അതുപോലെ തന്നെ ധനുഷ് മാത്രമല്ല, ധനുഷിന്റെ പ്രൊഡക്ഷൻ കമ്പനിയായിട്ടുള്ള വണ്ടർബാർ ഫിലിംസ് ഇവർ നൽകിയിട്ടുള്ള 2ാമത്തെ ഹർജിയായിരുന്നു ഈ കേസ് മദ്രാസ് ഹൈക്കോടതി തന്നെ പരിഗണിക്കണമെന്നുള്ളത്. അപ്പോൾ ഇതിനെതിരെ ഈ നെറ്റ്ഫ്ലിക്സ് ഇന്ത്യ നടത്തിയിട്ടുള്ള ഒരു വാദം എന്ന് പറയുന്നത്, നെറ്റ്ഫ്ലിക്സ് ഇന്ത്യയുടെ ഓഫീസ് സ്ഥിതി ചെയ്യുന്നത്, അതുമാത്രമല്ല നെറ്റ്ഫ്ലിക്സ് ഇന്ത്യ ഉൾപ്പെട്ടിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും നിയന്ത്രിക്കുന്നത് മുംബൈയിലെ ഓഫീസിൽ നിന്നാണ്. അതുമാത്രമല്ല ധനുഷിന്റെ പ്രൊഡക്ഷൻ കമ്പനിയായിട്ടുള്ള വണ്ടർബാർ ഫിലിംസ് സ്ഥിതി ചെയ്യുന്നത് കാഞ്ചീപുരത്താണ്. അപ്പോൾ ഈ കേസ് കാഞ്ചീപുരത്തേക്കോ അല്ലെങ്കിൽ മുംബൈയിലേക്കോ മാറ്റണം എന്നുള്ള ഒരു ആവശ്യമാണ് ഇത്തരത്തിൽ ഈ നെറ്റ്ഫ്ലിക്സ് ഇന്ത്യ മുന്നോട്ട് വെച്ച മറ്റൊരു 2ാമത്തെ കാര്യം. അതുകൊണ്ട് തന്നെ ഈ കേസ് യാതൊരു നടപടിക്രമങ്ങളും പാലിക്കാതെയാണ് മുന്നോട്ട് പോയിരിക്കുന്നതെന്ന് പറഞ്ഞു. എന്നാൽ ഇതിൽ ധനുഷിന്റെ വാദമെന്ന് പറയുന്നത്, ഈ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് നടക്കുന്ന സമയം, നാനും റൌഡിദാൻ എന്ന് പറയുന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് നടക്കുന്ന സമയം, ചിത്രത്തിന്റെ ഷൂട്ടിംഗ് നടന്നിരുന്നത് ചെന്നൈയിലും പോണ്ടിച്ചേരിയിലുമായിട്ടാണ്. അത് മാത്രമല്ല, അന്ന് വണ്ടർബാർ ഫിലിംസ് നയൻതാരയിൽ നിന്ന് ഈ കരാർ ഒപ്പിടുന്ന സമയം ഇവരുടെ ഓഫീസ് സ്ഥിതി ചെയ്തിരുന്നത് ചെന്നൈയിൽ തന്നെയാണ്. അത് മാത്രമല്ല, ഇത്തരത്തിൽ ഈ നെറ്റ്ഫ്ലിക്സ് ഇന്ത്യ പ്രതിയായിട്ടുള്ള, അവർ എതിർകക്ഷിയായിട്ടുള്ള ഒരു കേസിൽ ഈ കേസിന്റെ നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ ആ കേസ് തീർച്ചയായിട്ടും മദ്രാസ് ഹൈക്കോടതി തന്നെ പരിഗണിക്കണമെന്ന് ധനുഷിന്റെ പ്രൊഡക്ഷൻ കമ്പനിയും ആവശ്യപ്പെട്ടിരുന്നു. അപ്പോൾ
ധനുഷിന്റെ ഈ രണ്ട് ഹർജികളും ഈ പകർപ്പവകാശ നിയമപ്രകാരം നയൻതാരയ്ക്കെതിരെ നൽകിയ ഹർജിയും ഈ കേസ് മദ്രാസ് ഹൈക്കോടതി തന്നെ പരിഗണിക്കണമെന്നുള്ള ആവശ്യവും ഇത് രണ്ട് മദ്രാസ് ഹൈക്കോടതി അംഗീകരിക്കുകയായിരുന്നു. ഇതിന് എതിരായിട്ട് ഈ നെറ്റ്ഫ്ലിക്സ് ഇന്ത്യ നൽകിയിട്ടുള്ള തടസ്സ ഹർജികൾ അത് ഹൈക്കോടതി തള്ളുകയും ചെയ്തു. ഇതിന് തുടർച്ചയായിട്ട് ഈ വരുന്ന ഫെബ്രുവരി 5-ാം തീയതി ധനുഷിന്റെ വാദങ്ങൾ കോടതി കേൾക്കും. ഈ കേസ് പരിഗണിക്കുമെന്നും മദ്രാസ് ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട്. രഞ്ജിത്ത്, അതാണ് സാഹചര്യം. ഏതായാലും ഈ വിഷയത്തിൽ ധനുഷിനും അനുകൂലമായുള്ള തീരുമാനങ്ങൾ ആദ്യം മുതൽ തന്നെയുണ്ട്. നമുക്കറിയാം, ഇപ്പോൾ നേരത്തെ നയൻതാരയ്ക്കെതിരെ കോടതിയുടെ പരാമർശമുണ്ടായിരുന്നു, ചില തീരുമാനങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നെറ്റ്ഫ്ലിക്സിനും മദ്രാസ് ഹൈക്കോടതിയിൽ നിന്ന് തിരിച്ചടി സംഭവിച്ചിരിക്കുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. അതുതന്നെയാണ് ഈ ഘട്ടത്തിൽ നൽകാനുള്ളത്. അജയാണ് വിവരങ്ങൾ പങ്കുവച്ചത്. സംവിധായകൻ സനൽകുമാർ ശശിധരനെതിരായ പരാതിയിൽ നടപടി കടുപ്പിച്ചു പോലീസ്. വിദേശത്തുള്ള സനൽകുമാറിനെ നാട്ടിലെത്തിക്കാൻ കോൺസുലേറ്റിനെ സമീപിക്കും. സനലിനെതിരെ ലുക്കൌട്ട് നോട്ടീസ് ഉടൻ പുറത്തിറക്കും. കേസിൽ നടിയുടെ മൊഴി അന്വേഷണ സംഘം ഉടൻ രേഖപ്പെടുത്തും. താൻ പുറത്തുവിട്ട ശബ്ദരേഖയിലെ ശബ്ദം തന്റേതല്ലെങ്കിൽ നടി നിഷേധിക്കട്ടെ എന്ന് സംവിധായകൻ സനൽകുമാർ പറഞ്ഞു. 2 വർഷമായി നടിയുമായി രാത്രിയും പകലും നിരന്തരം സംസാരിക്കാറുണ്ട്. നടിക്കും മകൾക്കും ജീവന് ഭീഷണിയുണ്ടെന്ന് നടി തന്നെയാണ് തന്നോട് പറഞ്ഞത്. മറ്റാരോ ആണ് ഇപ്പോൾ കേസ് കൊടുത്തിരിക്കുന്നതെന്നും സനൽകുമാർ ശശിധരൻ അമേരിക്കയിൽ നിന്നും ന്യൂസ് 18നോട് പ്രതികരിച്ചു. ഞാൻ പറയുന്നു ഇത് ഞാൻ പറയുമ്പോ ഇതല്ലേ പറയേണ്ടത്, ഇത് ഞാനല്ല എന്ന് പറയേണ്ടത്. അത് ഫസ്റ്റ് ഇൻസ്റ്റൻസിൽ പറയണ്ടേ. കേസ് കൊടുക്കുന്നത് ഈ ഇത്ര ദിവസം 10 ദിവസത്തോളം ആയതിനു ശേഷം ഇത് പൊതുസമൂഹം ചർച്ച ചെയ്യും എന്നുള്ളൊരു അവസ്ഥ വന്നപ്പോ, പൊതുസമൂഹത്തോട് സംസാരിക്കേണ്ടി വരുന്ന ഒരു നിർബന്ധിതമായ ഒരു അവസ്ഥ വന്നാൽ അത് സത്യങ്ങൾ പുറത്തു വരും എന്നുള്ളത് കൊണ്ട് അവരെ സംസാരിക്കാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു കേസ് ഉണ്ടാക്കി അടക്കുകയാണ് ചെയ്യുന്നത്, അല്ല വേറെ ഒന്നുമല്ല. ഇതുവരെ നേരിട്ട് എന്നോട് സംസാരിക്കാൻ കഴിഞ്ഞിട്ടില്ല ഒഫീഷ്യൽ കോൺടാക്റ്റിൽ നിന്ന്. അത് അവർ പറയുന്നതിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ലോകത്ത് സനൽകുമാർ ശശിധരൻ എന്ന് പറയുന്ന ഒരാളില്ല, അങ്ങനെ ഉണ്ട് എന്ന് അറിഞ്ഞാൽ ജീവിച്ചിരിക്കില്ല എന്നാണ് എന്നോട് പറഞ്ഞത്. എനിക്ക് കേരളത്തിൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥ കൊണ്ടാണല്ലോ ഞാൻ കണ്ടുകിട്ടേണ്ടി വന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരാളിനോട് നാട്ടിലോട്ട് വരുമോ, ഇങ്ങനെ ഒരു കള്ളക്കേസ് വീണ്ടും നേരിടുമോ എന്ന് നിങ്ങൾ ചോദിക്കുന്നതിൽ എന്താണ് അർത്ഥമുള്ളത്? കൂലിപ്പണിയെടുത്ത് ജീവിക്കുകയാണ്. സനൽകുമാർ ശശിധരന്റെ പ്രതികരണമാണ് കേട്ടത്. നവമി ദിനേശ് വിവരങ്ങൾ പങ്കുവെക്കുക. നവമി, ഇത് കുറെ നാളായി ഇങ്ങനെ അന്തരീക്ഷത്തിലുള്ള ഒരു സംഭവമാണ്. പക്ഷേ നടി കൃത്യമായി ഈ വിഷയത്തിൽ ഒരു പ്രതികരണം അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. അവർ നിയമവഴിയിലാണ് എന്ന് മനസ്സിലാകുന്നുണ്ട്. പക്ഷേ നടിയുടെ പേരെടുത്ത് പറഞ്ഞു തന്നെ പലപ്പോഴും സനൽകുമാർ ശശിധരന്റെ പോസ്റ്റുകളും ഇതുപോലത്തെ ടെലിബൈറ്റുകളും ഒക്കെ നമുക്ക് ലഭിക്കാറുണ്ട് താനും. എന്താണ് ഇപ്പോൾ പോലീസ് ഈ വിഷയത്തിൽ സ്വീകരിച്ചിരിക്കുന്ന നടപടി? രഞ്ജിത്ത്, 2022 ആദ്യമായി നടി സനൽകുമാർ ശശിധരനെതിരെ പരാതി നൽകിയത്. ആ പരാതിയിൽ പറയുന്നത് പ്രണയാഭ്യർത്ഥന നിരസിച്ചതിനെ തുടർന്ന് പിന്നാലെ നടന്ന് ശല്യം ചെയ്യുന്നു എന്നതായിരുന്നു. അതിൽ ഈ സനൽകുമാർ ശശിധരൻ അന്നും ഫേസ്ബുക്കിലൂടെ ഈ നടിയെ അപകീർത്തിപരമായിട്ടുള്ള ചില പരാമർശങ്ങൾ അല്ലെങ്കിൽ തന്റെ പ്രണയത്തെ നിരസിച്ചതിന്റെ ഒരു വിരോധമെന്നോണം പല കാര്യങ്ങളുമൊക്കെ അന്നും ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നു. പിന്നാലെ ഈ പരാതി കേസെടുത്ത ദിവസം തന്നെ സനൽകുമാറിനെ തിരുവനന്തപുരത്ത് നിന്ന് അറസ്റ്റ് ചെയ്യുകയും പിന്നീട് ആലുവ മജിസ്ട്രേറ്റിലാണ് ജാമ്യം കിട്ടി പുറത്തുപോയത്. ശേഷം 3 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഒരു പരാതി, വീണ്ടും ഒരു വെളിപ്പെടുത്തൽ അല്ലെങ്കിൽ ഒരു പ്രതികരണവുമായി സനൽകുമാർ എത്തുകയാണ്. അതും ഈ നടിക്കെതിരെ തന്നെയാണ് പറയുന്നത്. ഇവരുടെ പ്രണയബന്ധത്തെ കുറിച്ച് തന്നെയാണ്. പക്ഷെ നടി ഇതുവരേക്കും ഇതിലൊരു പ്രതികരണവുമായി എത്തിയിട്ടില്ല. ഇവരുടേതെന്ന് പറയുന്ന, ഇവർ പരസ്പരം നടത്തിയെന്ന് പറയുന്ന ഒരു ഓഡിയോ സന്ദേശമടക്കം ഈ ഫേസ്ബുക്കിലൂടെ പുറത്തുവിട്ടിട്ടുണ്ട്. പക്ഷെ അത് കേൾക്കുമ്പോൾ അതിൽ നമുക്ക് ഈ നടി തന്നെയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വളരെ പ്രശസ്തയായിട്ടുള്ള ഒരു നടി തന്നെയാണ്. ഇവരെ കുറിച്ചുള്ള ഇവരുടെ ശബ്ദവും ഒക്കെ നമുക്ക് കൃത്യമായി അറിയാം. പിന്നെ എങ്ങനെയാണ് ഈ നടിയാണ് ആ ശബ്ദത്തിലുള്ളതെന്ന് നമുക്ക് ഉറപ്പിക്കാൻ കഴിയില്ല. ഈ പോസ്റ്റിന് താഴെ വരുന്ന കമന്റുകൾ അല്ലെങ്കിൽ ഈ വാർത്തയ്ക്ക് പിന്നാലെ വരുന്ന കമന്റുകളെല്ലാം അത്തരത്തിൽ തന്നെയാണ്. ആർക്കും ഈ നടിയാണ് അതെന്ന് തിരിച്ചറിയാൻ പറ്റുന്നില്ല. അതൊരു വ്യാജമാണോ എന്നൊരു സംശയമുണ്ട്. പക്ഷെ സനൽകുമാർ പറയുന്നത് ആ ഓഡിയോ വ്യാജമാണെങ്കിൽ അത് ആ നടി തന്നെ വന്ന് പറയട്ടെ, ശബ്ദം മാറ്റിയാണ് തന്നോട് സംസാരിക്കുന്നത്, രാത്രിയും പകലുമൊക്കെ ഞങ്ങൾ സംസാരിക്കാറുണ്ടായിരുന്നു. ഈ നടി തമ്മിലുള്ള ബന്ധം അത് പുറം ലോകത്തെ അറിയിക്കാത്തത്, അങ്ങനെ അറിയിച്ചു കഴിഞ്ഞാൽ തനിക്കും തന്റെ മകൾക്കും, അതായത് ഈ നടിക്കും നടിയുടെ മകൾക്കും ജീവന് ഭീഷണി ഉണ്ടെന്ന് ഭയന്നുകൊണ്ടാണ് ഇത് വെളിപ്പെടുത്താതിരിക്കുന്നത്. ഈ പൊതുസമൂഹം ഇത് അറിയണം, നടിയുടെ ജീവന് ഭീഷണി ഉണ്ടെന്നൊക്കെയാണ് ഈ സനൽകുമാർ പറയുന്നത്. എന്താണ് ഇതുകൊണ്ട് ഇയാൾ ഉദ്ദേശിക്കുന്നതെന്ന് ഇപ്പോഴും വ്യക്തമായിട്ടില്ല. അടിക്കടി ഒരാഴ്ചയോളമായി നടിയുടെ പേരും
നടിയെ ടാഗ് ചെയ്തുകൊണ്ട് ഫോട്ടോ അടക്കം നൽകിക്കൊണ്ടാണ് ഈ പോസ്റ്റുകൾ ഇടുന്നത്. അടിക്കടിയാണ് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനെ തുടർന്നാണ് നടി പരാതിയുമായി പോലീസിനെ സമീപിച്ചത്. ഇന്നലെ രാത്രിയാണ് എളമക്കര പോലീസിൽ പരാതി നൽകിയത്. BNS-ലെ ഗുരുതരമായിട്ടുള്ള വകുപ്പുകൾ, സ്ത്രീത്വത്തെ അപമാനിക്കുക, പുറകെ നടന്ന് ശല്യം ചെയ്യുക അടക്കമുള്ള ഗുരുതര വകുപ്പുകൾ ചുമത്തിയാണ് പോലീസ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. പോലീസുമായി അന്വേഷണ സംഘവുമായി ബന്ധപ്പെട്ടപ്പോൾ നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഈ സനൽകുമാർ ശശിധരൻ അമേരിക്കയിലാണ്. അതുകൊണ്ട് എത്രയും വേഗം കേരളത്തിലേക്ക് എത്തിക്കുക, ഇന്ത്യയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ആദ്യഘട്ട നടപടി. അതിന്റെ ഭാഗമായി കോൺസുലേറ്റിനെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് നടിയുടെ പരാതി. ഒപ്പം മറ്റ് തെളിവുകളുമൊക്കെ കോൺസുലേറ്റിന് അയച്ചു കൊടുത്ത് ഇയാളെ എത്രയും വേഗം നാട്ടിലേക്ക് എത്തിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണ് ലുക്കൌട്ട് നോട്ടീസ്, ഇപ്പോൾ ഇന്ത്യയിലേക്ക് എത്തിയാൽ രക്ഷപ്പെടാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് ലുക്കൌട്ട് നോട്ടീസും പുറപ്പെടുവിക്കാൻ അന്വേഷണ സംഘം തീരുമാനിച്ചിട്ടുണ്ട്. അതോടൊപ്പം നടിയുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും അമേരിക്കയിൽ ഉണ്ടെങ്കിൽ അവിടെയും ഒരു പരാതി നൽകണമെന്ന് പോലീസ് നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും സനൽകുമാർ ശശിധരനെ പൂട്ടാനുള്ളൊരു നടപടികളിലേക്ക് തന്നെയാണ് പോലീസ് കടന്നിരിക്കുന്നത്. ആദ്യം ഈ കുറ്റം ആവർത്തിക്കുന്നു, ആദ്യത്തെ കുറ്റത്തിന് തക്കതായിട്ടുള്ള ശിക്ഷ നൽകുന്നു. പക്ഷെ വീണ്ടും അത് ആവർത്തിക്കുന്നു എന്നുണ്ടെങ്കിൽ നിയമത്തെ ഭയമില്ലാത്തത് കൊണ്ടല്ലേ എന്നുള്ളൊരു ചോദ്യമാണ് പോലീസ് ഉന്നയിക്കുന്നത്. അതുകൊണ്ട് തന്നെ കടുത്ത നടപടികളുമായി മുന്നോട്ട് പോകാനാണ് അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുന്നത്. നമുക്കറിയാം, ബോബി ചെമ്മണ്ണൂരിനെതിരായിട്ടുള്ള പരാതിയിലൊക്കെ കടുത്ത നടപടികളായിരുന്നു പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായതും പിന്നീട് കോടതിയിൽ നിന്നും ഉണ്ടായ വിമർശനങ്ങളൊക്കെ. ആ ഒരു സാഹചര്യത്തിൽ തന്നെ ഗുരുതരമായിട്ടുള്ള വകുപ്പുകൾ ചുമത്തി ജാമ്യമില്ല കുറ്റം ചുമത്തി ഇങ്ങനെ പരസ്യമായി അപമാനിക്കുന്നത് നടപടിയെടുക്കാനാണ് പോലീസും തീരുമാനിച്ചിരിക്കുന്നത്. പക്ഷെ നടി ഇതുവരെയും പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. അത് പ്രതികരിക്കണമെന്ന് നിർബന്ധവുമില്ല. ചിലപ്പോൾ അവർ ഈ പരാതിയുമായി മുന്നോട്ട് പോകാനായിരിക്കും തീരുമാനിച്ചിരിക്കുന്നത്. പരാതി പിൻവലിക്കുന്ന സാഹചര്യം ഒന്നും നമ്മുടെ മുന്നിലില്ല. പരാതിയുമായി മുന്നോട്ട് പോകും. ഒപ്പം ആവശ്യമെങ്കിൽ പോലീസ് ആവശ്യപ്പെട്ടത് പ്രകാരം ഉടൻ മൊഴി താൻ നൽകുമെന്നുകൂടി നടി പറയുന്നുണ്ട്. സനൽകുമാർ പറയുന്നത് ആദ്യം നൽകിയ കേസിൽ മൊഴി നൽകാൻ നടി തയ്യാറായിരുന്നില്ല. ഒപ്പം ഇതിന്റെ കുറ്റപത്രം പോലും സമർപ്പിക്കാത്ത, അല്ലെങ്കിൽ ഇതിൽ കോടതിയിൽ പോലും എത്താത്തൊരു സാഹചര്യത്തിൽ വീണ്ടും അത് കള്ളക്കേസ്, അല്ലെങ്കിൽ ഈ നടി തന്നെയാണോ ഈ പരാതി കൊടുത്തതെന്ന് തനിക്ക് വ്യക്തമായിട്ടില്ല എന്നുകൂടി നവമി ദിനേശാണ് വിവരങ്ങൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ആ വിഷയം അങ്ങനെ കത്തി നിൽക്കുകയാണ്. മാള ഹോളി ഗ്രേസ് കോളേജിൽ ഡി സോൺ കലോത്സവത്തിനിടെ സംഘർഷം. നിരവധി വിദ്യാർത്ഥികൾക്ക് പരിക്ക്. വിധി നിർണയം ചോദ്യം ചെയ്തതാണ് സംഘർഷത്തിന് കാരണമായത്. മത്സരാർത്ഥികളും സംഘാടകരും തമ്മിൽ തുടങ്ങിയ സംഘടനം വിദ്യാർത്ഥി സംഘടനകൾ ഏറ്റെടുക്കുകയായിരുന്നു. ചെറിയ തർക്കങ്ങൾ ഉണ്ടായിരുന്നില്ല. തർക്കം ഒരു സംഘർഷത്തിലേക്ക് എത്തിയതിന്റെ അടിസ്ഥാനത്തിൽ നമ്മളെ ഇരിഞ്ഞാലക്കുട ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ ഞാൻ KSU ജില്ലാ പ്രസിഡന്റാണ്, പേര് ഗോകുൽ എന്നാണ്. അപ്പോൾ ഞങ്ങൾ KSU പ്രവർത്തകർ ഒരു 10 വരുന്ന പ്രവർത്തകരെ മാള സ്റ്റേഷന്റെ ഫ്രണ്ടിലേക്ക് കൊണ്ടുവരും. അവിടുന്ന് ഈ ആംബുലൻസിൽ കയറ്റി അവരോട് പൊക്കോളാനാണ് പറഞ്ഞത്. ചാലക്കുടി താലൂക്ക് ഹോസ്പിറ്റലിലേക്ക് പൊക്കോളാനാണ് പറഞ്ഞത്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ വരുന്ന വഴിക്കാണ് നമ്മുടെ ഇവിടെ കൊരട്ടി സ്റ്റേഷനടുത്തുള്ള നയാര പമ്പിൽ വെച്ചിട്ട് ഏകദേശം ഒരു 10ഓളം വരുന്ന DYFI പ്രവർത്തകർ, അല്ലെങ്കിൽ DYFIയുടെ SFIയുടെയും പ്രവർത്തകർ വന്ന് വണ്ടി തല്ലി പൊളിച്ചു. കണ്ടാലറിയുന്ന നയാര പമ്പിന്റെ തൊട്ട് ഫ്രണ്ടിൽ വെച്ചിട്ടാണ് ഞങ്ങൾ പെട്രോൾ അടിച്ച് പുറത്തിറങ്ങുമ്പോൾ കാറ് കൊണ്ടുവന്ന് വട്ടം വെക്കുകയും അത് ഈ മാരകായുധങ്ങളായിട്ടുള്ള വടിവാളും ഇരുമ്പ് വടിയൊക്കെ ഉപയോഗിച്ച് ഞങ്ങളെ വണ്ടി അടിച്ചു പൊളിക്കുകയും ഞങ്ങളെ ആക്രമിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. പരിക്കേറ്റവരുമായി പോയ ആംബുലൻസിന് നേരെയും ആക്രമണമുണ്ടായി. KSU ജില്ലാ പ്രസിഡന്റ് ഗോകുലടക്കം 10ഓളം പേർ സഞ്ചരിച്ചിരുന്ന ആംബുലൻസാണ് ആക്രമിക്കപ്പെട്ടത്. DYFI SFI പ്രവർത്തകരാണ് ആക്രമിച്ചതെന്ന് KSU ആരോപിക്കുന്നുണ്ട്. ആജ്ഞ രവീന്ദ്രൻ വിവരങ്ങൾ പങ്കുവെക്കും. ആജ്ഞ, വലിയ സംഘർഷമാണ്, നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. വലിയ തല്ലും ബഹളവും ഒക്കെ ഉണ്ടായി. നാളെ അവിടെ പഠിപ്പുമുടക്കൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്താണ് സംഭവിച്ചത്? എന്താണ് ഈ രാഷ്ട്രീയ പാർട്ടികളുടെ, ഈ സംഘടനകളുടെ വിശദീകരണം? രഞ്ജിത്ത, തൃശൂർ മാളയിൽ നടന്ന കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഡി സോൺ കലോത്സവത്തിനിടെയാണ് സംഘർഷമുണ്ടായത്. ജഡ്ജ്മെന്റിനെ തുടർന്നുണ്ടായ ചോദ്യം ചെയ്യലും അതേ തുടർന്ന് മത്സരാർത്ഥികളും സംഘാടകരും തമ്മിലുണ്ടായ സംഘടനമാണ് പിന്നീട് വിദ്യാർത്ഥി സംഘടനകൾ തമ്മിലുള്ള സംഘർഷമായി മാറിയത്. അത് പിന്നീട് SFI KSU സംഘർഷമായി മാറുകയായിരുന്നു. അത്തരത്തിലത് നിയന്ത്രണാതീതമായി മാറിയപ്പോഴാണ് DYSPയുടെ സംഘം ഉൾപ്പെടെയുള്ള സംഘം
ഈ വിദ്യാർത്ഥികൾക്ക് നേരെ ലാത്തി വീശേണ്ടുന്ന സാഹചര്യം ഉണ്ടായത്. 10 പേരോളം പരുക്കേറ്റ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. അതേസമയം ഈ ആശുപത്രിയിൽ കുട്ടികളെ കൊണ്ടുപോകുമ്പോൾ തന്നെ KSU ജില്ലാ പ്രസിഡന്റ് ഗോകുൽ ഗുരുവായൂരിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ആംബുലൻസ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത്. ഈ ആംബുലൻസിന് നേരെ ആക്രമണമുണ്ടായി. അത് ആംബുലൻസിൽ കമ്പിവടി ഉപയോഗിച്ച് കുത്തുന്ന CCTV ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. എന്തായാലും കാലിക്കറ്റ് സർവകലാശാല D.Zone കലോത്സവത്തിനിടെയുണ്ടായ വിധി പ്രഖ്യാപനവുമായി ഉണ്ടായ തർക്കമാണ് ഇത്തരത്തിൽ അത് പിന്നീട് വിദ്യാർത്ഥി സംഘടനകളുടെ സംഘർഷമായി മാറിയത്. അങ്ങനെയാണ് അത് SFI KSU സംഘർഷമായി മാറിയിരിക്കുകയാണ്. അതേസമയം ഈ ആംബുലൻസുമായി ആശുപത്രിയിലേക്ക് പോയപ്പോൾ അതിന് നേരെ ആക്രമണം ഉണ്ടായി. പിന്നീട് അതിലുണ്ടായിരുന്ന ആളുകൾ തന്നെ കൊരട്ടി പോലീസ് സ്റ്റേഷനിൽ അഭയം പ്രാപിക്കുകയുമായിരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഇത് വലിയ സംഘർഷമായി മാറുകയായിരുന്നു പിന്നീട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും DYFIയുടെയും CPMന്റെയും പ്രവർത്തകരാണ് തങ്ങൾക്ക് നേരെ ആക്രമണം അഴിച്ചുവിട്ടതെന്നാണ് KSU പ്രവർത്തകർ ആരോപിക്കുന്നത്. രഞ്ജിത്ത്. ആജ്ഞ രവീന്ദ്രനാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഇതൊക്കെയാണ് ഇന്ന് ക്രൈം ലോകത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ. നിരവധി കൊലപാതകങ്ങൾ സംഭവിക്കുന്നു. ഇപ്പോഴും നമ്മൾ പറഞ്ഞതുപോലെ പാലക്കാട്ട് പ്രതിയൊക്കെ കാണാമറിയാത്താണ്. വളരെ പെട്ടെന്ന് പിടികൂടാനുള്ള ശ്രമത്തിലാണ് പോലീസ്. നമസ്കാരം. സ്പോട്ട് ലൈവ് അവസാനിക്കുന്നു.